عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة تركتهم على المحجة البيضاء فجزاك الله ما هو أهلك وأعطاك الله سؤلك وصلى الله وسلم عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله. ആദരണീയരായ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ, മദ്രസ ഭാരവാഹികൾ, യുവസുഹൃത്തുക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട മജ്ലിസിൽ 4 രാത്രികളിലായി അമൂല്യമായ നിമിഷങ്ങളെ അല്പനേരമെങ്കിലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് തന്നു. ഇനിയും ഒരുപാട് അവസരങ്ങളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ സ്വർഗത്തിലെത്തുന്ന സൗഭാഗ്യവാന്മാർ റബ്ബിനോട് ഇന്ററാക്ഷൻ ചെയ്യുന്നത് ഹദീസുകളിലുണ്ട്. അല്ലാഹു സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, ചളിക്കോട് പ്രദേശത്ത് എന്റെ നാട്ടുകാർ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്റെ സതീർത്ഥർ, സ്നേഹിതർ, നൈബേഴ്സ്, റിലേറ്റീവ്സ്, അവരെ ആരെയും ഞാൻ ഇന്ന് സ്വർഗത്തിൽ കാണുന്നില്ല. അവരൊക്കെ എവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരുടെയൊക്കെ തിന്മയുടെ ആധിക്യം കാരണം നരകത്തിലായിപ്പുള്ളത്. അവരോട് ഇത്ര പ്രേമമുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് അവരെ വിളിച്ചുകൊണ്ടുവരാം. പക്ഷേ ഒരു കണ്ടീഷൻ, ദീനിന്റെ മജ്ലിസിൽ നിന്റെ കൂടെ അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ? വലൗ സാഅ, ഒരിത്തിരി നേരെങ്കിലും
എങ്കിൽ അവരൊക്കെ വിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരൂ. അവരൊക്കെ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നു എന്ന് സ്വർഗനിവാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല. പടച്ചോൻ സ്വർഗത്തിന് ഈ ഇരുത്തം ഒരു സബബാക്കട്ടെ. മറ്റൊരു ഹദീസിലുണ്ട്, ഒരു സഹാബത്ത് ചോദിച്ചു, നബിയെ, നാളെ സ്വർഗത്തിലെത്തിയാൽ തന്റെ കൂട്ടുകാരെ കാണാൻ പറ്റുമോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, കൂട്ടുകാരെ കാണാം. എന്താ പ്രശ്നം? നീ ചാരിക്കിടക്കുന്ന ദീവാനി, നീ ആഗ്രഹിക്കുന്ന കൂട്ടുകാരിലേക്ക് അങ്ങനെ തന്നെ പറന്നു ചെല്ലും. അവന്റെ ഓരത്ത് ചെന്നിരുന്ന് അവനുമായിട്ട് സംസാരിക്കും. ലൈവായിട്ട് സംസാരത്തിന്റെ മേജർ ടോപ്പിക്, പ്രധാന വിഷയം, ഞാനും നീയും സ്വർഗത്തിലെത്താൻ ഹേതുവായ സദസ്സിനെ കുറിച്ചായിരിക്കും. അന്ന് മഊനത്തുൽ ഹുദാ സെക്കൻഡറി മദ്രസയുടെ മതപ്രഭാഷണ വേദികളിൽ നമ്മൾ പോയി. അവിടുന്ന് ഒരുപാട് മടക്കയാത്ര, യുവത്വം തുടങ്ങി ഒരുപാട് വിഷയ സംബന്ധിയായി ചർച്ചകൾ നടന്നപ്പോ അവിടെ നല്ല മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് തിന്മയുടെ തുരുമ്പുകളെ, ക്ലാവുകളെ കഴുകിക്കളയാനും നീക്കം ചെയ്യാനും നമുക്ക് സാധ്യമാകുന്ന വിധം ഒരുപാട് നസീഹത്തുകളെ കിട്ടിയത് അവിടെ നിന്നായിരുന്നല്ലോ. അന്നവിടെ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കിവിടെ സുഭിക്ഷമായി ആനന്ദത്തോടെ താമസിക്കാനാവില്ലായിരുന്നല്ലോ. ഇന്ന് നാളെ സ്വർഗനിവാസികൾ പരസ്പരം ചർച്ച ചെയ്യുമെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ ചർച്ചയ്ക്ക് വേദി ഈ സദസ്സിനാക്കി തരുമാറാവട്ടെ, തൗഫീഖ് തരട്ടെ. ആത്മാർത്ഥമായി ആമീൻ പറ. ഇന്നത്തെ രാത്രി കൊണ്ട് അല്ലാഹു അവന് പൊരുത്തപ്പെട്ട മുത്തഖീങ്ങളിൽ, സാലിഹീങ്ങളിൽ നമ്മുടെ പേരും ആഡ് ചെയ്യുമാറാവട്ടെ. എത്രയോ സുഹൃതമുള്ളവർ, എത്രയോ മനോഹരമായ സൗഭാഗ്യം ലഭ്യമായവരാ നമ്മള്. ജീവിത വിജയം എന്ന വിഷയത്തെക്കുറിച്ച് വന്യരായ തങ്ങൾ വരുന്നതുവരെ ഒരിത്തിരി നേരം, ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായത് അൽ കലിമത്തു ത്വയ്യിബ, നല്ല സംസാരം, മനോഹരമായ സംസാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها. മനോഹരമായ ഒരു വടവൃക്ഷത്തിനോടാണ് നല്ല സൗമ്യതയുള്ള വാക്കുകളെ അള്ളാഹു ഉപമിച്ചത്. അതിന്റെ ബ്രാഞ്ചുകൾ അന്ന് ആകാശലോകത്തെ വായുവീചികളിലൂടെ പരന്ന് വ്യാപിച്ച് കിടക്കുന്നതാണ്. മനോഹരമായ സംസാരങ്ങളെ ഉപമിച്ച ആ മരത്തിന്റെ ബ്രാഞ്ച്. ഒരിക്കൽ ഹബീബ് നടന്നു പോകുമ്പോഴാണ് കഴുത്തിൽ, ഷോൾഡറിൽ ഒരു പരുപരുത്ത പുതപ്പുണ്ട്. പിന്നിൽ നിന്ന് ഒരു ആറാബി പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഉതീനി മിമ്മാലില്ലാഹ് അല്ലദീ അഅതാക ഫഇന്നക ലാ തുഅതീനി മിമ്മാലിക് വമാ മിമ്മാലി അബീക്. അല്ലാഹു നിനക്ക് തന്നത് മുഹമ്മദേ ബൈത്തുൽ മാലിൽ നിന്ന്, അല്ലാഹു നിന്നെ ഏൽപ്പിച്ച ബൈത്തുൽ മാലിലെ മുതല് എനിക്ക് താ. ഞാൻ നിന്റെ മുതലോ നിന്റെ ഉപ്പയുടെ മുതലോ അല്ലല്ലോ ചോദിച്ചത്. ബൈത്തുൽ മാലിന് ലേശം എനിക്ക് കൊണ്ടാ എന്ന് പറഞ്ഞു. ഒരാൾ പിന്നിന്ന് പിടിച്ചു വലിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യാ? ഹബീബ് പുഞ്ചിരിച്ച് തിരിഞ്ഞു നോക്കി. ദേഷ്യത്തിലാ തിരിഞ്ഞു നോക്ക. പിന്നിൽ നോക്കുമ്പോ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഒരു ചിരി വിടരും. അതല്ല ഹബീബ്, ചിരിച്ചോണ്ട് നോക്കി. എന്തൊരു സ്വഭാവ! ചിരിച്ചു നോക്ക. ഒരാൾ തന്നെ ഉപദ്രവിച്ചിട്ട് ചിരിച്ചിടപെടുക. ഇതാണ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ സ്വഭാവം അതായിരുന്നു. ഹബീബ് കൊണ്ടുപോയി അയാളെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഖുദ് മാ ശിഅത വദഅ മാ ശിഅത. ആവശ്യമുള്ളതെടുക്കൂ, ആവശ്യമില്ലാത്തത് ഒഴിവാക്കൂ. അയാൾ ഹബീബിന്റെ വീട് അരിച്ചു പെറുക്കിയിട്ട്
ഒരിച്ചു പറക്കേട്ട് ഒന്നും ലഭ്യമാവാതിരുന്നപ്പോ ചില കാര്യങ്ങളൊക്കെ ലഭിച്ചപ്പോ അവിടെ ഉറക്കെ പറഞ്ഞു ജസാക്കല്ലാഹ് ഖൈറാ. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ദുആ ചെയ്തു. അവിടുന്ന് അവിടുത്തെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ ദുആ നീ 4 ആളെ മുമ്പിൽ പോയി ചെയ്യുമോ? 4 ആളെ മുമ്പിൽ പോയി നീ ചെയ്യുമോ? എന്റെ അടുത്ത് സഹാബത്തുണ്ടായ സമയത്തായിരുന്നു നീ എന്റെ കഴുത്തിൽ കിടന്ന കരിമ്പടം പുതപ്പ് പിടിച്ചു വലിച്ചത്. അതിന്റെ ഹാഷിയത്ത്, അതിന്റെ സൈഡ് അടയാളം എന്റെ കഴുത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. സഹാബത്തിന് നിന്നെ കൊല്ലാൻ ദേഷ്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, വിട്ടേക്കയാളെ, അയാളെ ഒഴിവാക്കിയേക്ക്, അയാളെ പിന്നാലെ പോവേണ്ടതില്ല എന്ന് ഞാൻ അവരെ പറഞ്ഞു ഒഴിവാക്കിയതാണ്. ഇന്നും അവർക്ക് നിന്നോട് ദേഷ്യമാണ്. നീ എനിക്ക് അനുകൂലമായി ദുആ ചെയ്തത് അവരെ മുമ്പിലൂടെ ഒന്ന് ദുആ ചെയ്യുമോ? നമ്മളെ നാട്ടിലും അങ്ങനെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നടക്കും. നാട്ടുകാരെ വിചാരിക്കും ഒരു തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, പക്ഷെ ഇടയ്ക്ക് ഒരു നന്നായിട്ടുണ്ടാവും, പക്ഷെ നാട്ടുകാരറിഞ്ഞിട്ടുണ്ടാവില്ല. നബിത്തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഞാനും തീയും തമ്മിലുള്ള പ്രശ്നം രമ്യതയിലെത്തി, നീ സഹാബത്തിന്റെ മുമ്പിലൂടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്ക്, അവരെ മനസ്സിലുള്ള ആ ഒരു സങ്കുചിതാവസ്ഥ ഒന്ന് മാറട്ടെ. ഇങ്ങനെ നമ്മുടെ സ്വഭാവമുണ്ടോ? ഇങ്ങനെ നമുക്ക് സ്വഭാവമില്ലല്ലോ. അവര് നന്നായാലും നാട്ടുകാർ വിചാരിക്കുന്നത് ഇപ്പോഴും പ്രശ്നക്കാരാണെന്ന്. ഒരു ദിവസം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനോട്, മഹാനവറുകളോട് ഒരു ജൂതൻ ചെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ജൂതൻ നാഴെ പിടിച്ചു പോകുമ്പോഴാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ആ ജൂതൻ ചോദിച്ചത് ഇബ്രാഹിം അദ്ഹം തങ്ങളോട്, യാ ഇബ്രാഹിം അൽഹിയതുക ഖൈറുൻ അം ദനബു ഹാദൽ കൽബ്. എന്റെ ഈ നായയുടെ വാലിനാണോ ഖൈറ്, അതല്ലെങ്കിൽ നിന്റെ താടിക്കാണോ ഖൈറ്? ഏറ്റവും ഉഷാറേതാ, നിന്റെ താടിയാണോ അല്ലെങ്കിൽ എന്റെ നായയുടെ വാലാണോ എന്ന് ചോദിച്ചു. ആ ജൂതൻ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന നായയെ ചൂണ്ടിക്കൊണ്ട്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടി ഇതാണ്, ഇൻ കാനത് ലഹിയതി ഫിൽ ജന്ന ലഹി ഖൈറും മിൻ ദനബി ഖൽബിക്. ഈ താടി നാളെ സ്വർഗത്തിലെത്തുകയാണെങ്കിൽ ഈ താടിയാണ് നിന്റെ നായയുടെ വാലിനേക്കാൾ ഉഷാറ്. മോനെ, നമ്മൾ ചേർത്തു വച്ചിരിക്കുന്ന താടി, മറ്റു വേഷങ്ങളൊക്കെ സ്വർഗത്തിലെത്തിയാൽ ഇത് ഖൈറാണ്, കന്തൂറ ഖൈറാണ്. وإن كانت لحيتي في النار والله لذنب كلبك من هذه. ഈ വസ്ത്രവും ഈ താടിയും നരകത്തിലാണെങ്കിൽ അപ്പോൾ നിന്റെ നായയുടെ വാലാണ് ഇതിനേക്കാളും ഉഷാറെന്ന് സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു. പുറംപൂച്ചിൽ ഒന്നുമില്ല. മഹാനവറുകളുടെ ഈ ആൻസർ കേട്ടപ്പോ, മറുപടി കേട്ടപ്പോഴാണ് ഇത്ര മനോഹരമാണോ നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞ് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു ആ ജൂതൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സൗമ്യതയുടെ മനോഹരമായ വാക്കുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തസ്തവിൽ ഹസനതു വലസ് സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ വഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. ഒരിക്കലും നന്മയും തിന്മയും സമമാവില്ല. അതുകൊണ്ട് നന്മ കൊണ്ടാണ് തിന്മയെ നേരിടേണ്ടത്. അങ്ങനെ നന്മ കൊണ്ട് തിന്മയെ നേരിട്ടാൽ നീയും മറ്റൊരാളുമായി ശത്രുതയിലാണെങ്കിൽ പോലും അവനോട് നന്മ കാണിച്ചാൽ കഅന്നഹു വലിയ്യുൻ ഹമീം, അവൻ നിന്റെ ആത്മമിത്രമാകുമെന്ന്. അങ്ങനെ പെരുമാറാൻ പറ്റാറുണ്ടോ? അവൻ എന്റെ ശത്രുവാണെങ്കിൽ, അവൻ എന്റെ ആന്റിയാണെങ്കിൽ
അവനോട് ഒരു നന്മയും ചെയ്യാതെ, ഒരു നന്മയുടെ വാക്ക് പോലും പറയാതെ, അവൻ സത്യസന്ധമായി ഇടപെട്ടാൽ പോലും അവനോട് യോജിക്കാതെ, അവനുള്ളിടത്ത് ആന്റിയായി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കാൻ, പ്രതിപക്ഷമായി നിൽക്കാൻ താല്പര്യപ്പെടുന്നവർ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, നല്ലതുകൊണ്ട് അവനോട് പെരുമാറ്. തിരിച്ചു പറയേ, ഖുൽ ഇന്നമാ أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربي فليعمل عملا صالحا. നാളെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന ബോധം നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ മൈൻഡിന്റെ ഡെപ്തിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സ്വാലിഹായ അമൽ ചെയ്തോളൂ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിനോട് ഒരാളെയും പങ്കു ചേർക്കരുത്. ചെയ്യുന്ന അമലുകൾ മറ്റൊരാൾക്കും ഷെയർ ചെയ്യരുത്. ചെയ്യുന്ന അമലുകൾ ഒരാളും കാണാൻ അവസരം ഒരുക്കുന്ന രീതിയിൽ മനസ്സ് തട്ടിക്കളിക്കരുത്. ഓനോട് അറിയട്ടെ എന്ന് വിചാരിക്കരുത്. ഇബാദത്ത് പോലും ഇന്ന് സെൽഫിയിൽ ഒതുക്കുക. ഇബാദത്ത് പോലും മതാഫിലൂടെ തവാഫ് ചെയ്യുന്ന സമയത്ത് സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് നീങ്ങുന്നവരെ, വീഡിയോ എടുക്കുന്നവരെ എന്റെ ഈ നഗ്ന നേത്രം കൊണ്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സെൽഫി എടുത്ത് ഇങ്ങനെ തവാഫ്. ഇബാദത്ത് എന്തിനാണാവോ? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അസ്രായേൽ വരുമ്പോ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കാനാണോ? മുങ്കറിന് കേറ് വരുമ്പോ ഞാനിത് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ പ്രൂഫ് കാണിക്കാനാണോ? ഇബാദത്തിലെങ്കിലും സെൽഫി എടുക്കാതിരുന്നൂടെ? അരമണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഷിഫ്റ്റ് ആക്കിയിട്ട് പരിശുദ്ധ റൗളയുടെ മുമ്പിലെത്തുന്നത്. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അരമണിക്കൂറിലധികം എടുക്കും. 1-2 ഷിഫ്റ്റുകളായിട്ട് ആ റൗളയിലെത്തുന്നത്. ആ റൗളയിൽ 2 റക്അത്ത് നിസ്കരിക്കാനാണ് അവസരം അവിടുത്തെ ഭരണകൂടം സമ്മതിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നിസ്കാരം കഴിച്ച് എണീറ്റു പോകുന്നവനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഡയറക്റ്റ് ഹബീബിന്റെ ആ റൗള ഷരീഫിന്റെ, ഹബീബിന്റെ പച്ചക്കുപ്പക്ക് തൊട്ടുതായ സലാം പറയാൻ കിട്ടും. റൗളയിൽ നിസ്കരിച്ച നേരം കൊണ്ട് ചെല്ലാം. നിസ്കരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ 2 മിനിറ്റ് ഇപ്പുറത്ത് ഒരു മറ ഇട്ടിട്ടുണ്ട്, അതിന്റെ ഇപ്പുറത്തൂടെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയേണ്ടി വരും. എന്തിനാണ് റൗള കഷ്ടപ്പെട്ടവൻ നേടിയത്? ഒന്നവിടെ നിസ്കരിച്ചാൽ, ഒന്ന് ദുആ ചെയ്താൽ തരാമെന്ന് അല്ലാഹു ഏറ്റെടുത്ത പരിശുദ്ധ റൗള. ആ മിമ്പറിന്റെയും ഹബീബിന്റെ വീടിന്റെയും ഇടയ്ക്കുള്ള സമയത്ത് 2 മിനിറ്റ് കൊണ്ട് ചടുലമായ നിസ്കാരങ്ങളെ കഴിച്ചു പോകുന്നവനെ ശ്രദ്ധിച്ചു. എന്താ പരിപാടി? നേരെ ചെന്ന് ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം കിടക്കുന്നിടത്തേക്ക് ചൂണ്ടിയിട്ട് സെൽഫി എടുക്കാൻ. 10 മിനിറ്റ് കഴിഞ്ഞാൽ റൗളയിലെ എല്ലാവരും ഓടി വരും, തിരക്കാവും, അവസരം കിട്ടൂല. എന്താണ് അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. ഹബീബിന്റെ മുന്നിൽ നിന്ന്, അവിടുത്തെ സവിധത്തിൽ നിന്ന് സംസാരിക്കാൻ, ഉച്ച ഉയർത്താൻ പോലും പാടില്ലെന്ന് പറഞ്ഞവർ അൻസാരികളാണ്. ഒന്നും ചെയ്യൂല, പച്ചപ്പാവങ്ങൾ, വിരലിട്ടാ കടിക്കാത്തവർ, അതേ ആദ്യത്തെ സ്വഭാവമുള്ളവർ. ഒന്ന് പോകുമെന്ന് പോലും പറയൂല, ഒന്ന് മെല്ലെ തട്ട് വെച്ചു ഷോൾഡറിൽ. അതെന്നെ കുറെ നേരം നിന്നാൽ. മക്കത്തങ്ങനല്ല, കുറച്ചുകൂടെ ഒരു മാറ്റുണ്ട്. അവിടുന്ന് ഫോട്ടോ എടുക്കുക, നിരന്തരം സമയം എടുത്തിട്ട്. ഹബീബിന്റെ മുന്നിൽ സംസാരിക്കരുത്, അപമര്യാദ കാണിക്കരുത്. അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ കാണിക്കേണ്ട ഡിസിപ്ലിനെ കുറിച്ച് പറയാൻ 1/2 ഡസൻ കണക്കിനായത്തുകൾ സൂറത്ത് ഹുജറാത്തൊക്കെ നിറഞ്ഞു കിടക്കുന്നത്. അവിടെ പോയിട്ട് സൂൽ അദബ് കാണിക്കുക.
അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. 56, 60 ആയിരങ്ങൾ മുടക്കിയിട്ട് പോയി ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത സൂഉൽ അദബും ചെയ്ത് തിരിച്ചു പോന്നാൽ തഹ്ബത അമാലുഹും, അവന്റെ അമലുകൾ അള്ളാഹു പൊളിച്ചു കളയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭവ്യതയോടെ നിൽക്കുക. പരിശുദ്ധ കഅബയുടെ ചാരത്ത് അവിടുത്തെ ഒരു റുക്നിലുണ്ട് ഹജറുൽ അസ്വദ്. സത്യത്തിൽ അദബ് പാലിച്ച് നിൽക്കുകയാണെങ്കിൽ ഹജറുൽ അസ്വദ് മുത്താൻ വളരെ പ്രയാസമാണ്. ഇനി നിസ്കാരത്തിനറ്റ സഫ് കെട്ടുന്ന സമയത്ത് അള്ളാഹു നേരിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്ത് നമ്മളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് പോലീസുകാരെ കൊണ്ടുപോയിട്ട് മുത്തിച്ചു കൊണ്ടുവരും. ഫ്രീ ആണപ്പോ. അല്ലെങ്കിൽ അദബ് കേടാ. ഹബീബ് പറഞ്ഞിട്ടുണ്ട് കഅബയോട്, നിന്നെക്കാൾ പുണ്യം മനുഷ്യർക്കുണ്ട് കഅബ എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അഥവാ മനുഷ്യനെ തിക്കിത്തിരക്കിയിട്ട് ഹജറുൽ അസ്വദിന് മുത്താൻ പോകേണ്ടതില്ല. എന്തുകൊണ്ട്? അതും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. കഅബയെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഫോട്ടോ എടുക്കുക. സെൽഫി യുഗം നമ്മുടെ ആഖിറം തകർക്കും, അത് തീർച്ചയായും. ഫേസ്ബുക്ക് വാട്സപ്പും കേലാഹുമാ, കളയല്ല സമയം മൊത്തമായി നീ ഫീഹിമാ. സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നോരെ, അതുപോലെ തന്നെ മരിച്ചു പിരിയുന്നോരെ. കളിക്കണ്ട ന്യൂ ജനറേഷൻ എന്ന പേരിൽ കുളമാക്കിടണ്ട സമയമെല്ലാം പാരിൽ. അസ്സാബിഖൂന എന്ന് ഖുർആൻ ചൊന്നവർ മുഖറബ, സ്വർഗത്തിലെത്തിയാലവർ. അതിലുള്ള ജനറേഷൻ അധികവും ഓൾഡാ, കുറവാണ് ന്യൂ ജനറേഷൻ എന്നത് ടോൾഡാ. സെൽഫ് എടുത്ത സമയങ്ങളല്ലേ, പ്രത്യേകിച്ച് ഇബാദത്തിൽ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ഒരാൾക്കും ഷെയർ കൊടുക്കല്ല. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു തആല അൻഹു എന്നവർ എല്ലാ രാത്രിയും കിടന്നുറങ്ങും. വീട്ടിലെ ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ അവർ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങും. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല എന്നവർ കിടക്കും, നേരത്തെ കിടക്കും. വീട്ടിലുള്ളവർ ഉറങ്ങി, വീട്ടുകാരുറങ്ങി എന്ന് കണ്ടാൽ എണീക്കും, നിസ്കാരം തുടങ്ങും. ആരെങ്കിലും ലൈറ്റ് ഓൺ ചെയ്ത് എണീറ്റു എന്ന് കണ്ടാൽ പെട്ടെന്ന് സലാം വീട്ടും, എന്നിട്ട് ബെഡിൽ കയറി കിടക്കും. വാതിലിന് മുട്ടിയാൽ തുറന്നു കൊടുക്കും. ഹാദാ ലാ യുഫ്തിറു മിനൻ നൗം, എന്നിട്ട് ഒരു ഉറക്കച്ചടവുള്ള പോലെ ഇങ്ങനെ എണീറ്റ് വരും, വാമപ്പായിട്ട് വരും. കാരണം ഇയാൾക്ക് ഇപ്പോഴും ഉറക്കം തീർന്നില്ലേ എന്ന് നാട്ടുകാർ വിചാരിക്കട്ടെ, വീട്ടുകാർ വിചാരിക്കട്ടെ എന്ന് കരുതി. നമ്മളവസ്ഥ എന്താ? അവര് സെൽഫിയുടെ പിന്നാലെ പോയില്ല. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാഹ്, ആരാണ് ബിശ്റുൽ ഹാഫി എന്നവരറിയോ? ഇൻ കുൻത തർസുഖു അഹദൻ സ്വലാത ഫിൽ ഖബരി ഫർസുഖ്നീഹാ. റബ്ബേ, നിസ്കരിക്കാൻ ഖബറിൽ ഒരാൾക്ക് അനുമതി നീ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് നിസ്കരിക്കാൻ ഓപ്പർച്യൂണിറ്റി തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു പോയ അല്ലാമ ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാഹ്. നിസ്കരിക്കാൻ വിടമടിയാണ്. ബിശ്റുൽ ഹാഫി എന്നവർ ഖബറിൽ പഠിച്ചോനെ നിസ്കരിക്കാൻ അവസരം കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തവരാണ്. ഖളാ ഇല്ലാതെ നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചെറുപ്പക്കാരൊക്കെ ഒന്ന് ദുആ ചെയ്തേക്ക്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊക്കെ തൗഫീഖാണ്. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാഹ് മഹാനവറുകളോട് ഉന്നതമായ ദർജയിലെത്തിയപ്പോൾ ഹംസ ഇബ്നു ദഹ്കാൻ എന്നവർ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് താമസിച്ചോട്ടെ ഒരു രാത്രി, ഒരൊറ്റ രാത്രി. എന്താ നിങ്ങളുടെ ഇബാദത്ത്? എങ്ങനെയാ നിങ്ങൾ റബ്ബിലേക്ക് അടുത്തത് ഒന്നറിയാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ ഒരുപാട് തവണ നിർബന്ധിച്ചപ്പോൾ കൂടെ താമസിക്കാൻ അവസരം കൊടുത്തു. അന്ന് രാത്രി വിശാലമായ നിസ്കാരങ്ങളെയോ പരിശുദ്ധ ഖുർആന്റെ ഖത്തമുകളെ ഉപദേശിച്ചിരുന്ന ഇബ്നു ദഹ്കാൻ എന്നവർക്ക് നിസ്കാരത്തിന്റെ ആധിക്യം കാണാൻ പറ്റിയില്ല. വെറും 4 റക്അത്ത് നിസ്കരിച്ചത്. 100 കണക്കിന് റക്അത്ത് പ്രതീക്ഷിച്ച് വലിയ വലിയ സൂക്തങ്ങൾ ഓതുമെന്ന് പ്രതീക്ഷിച്ച ഇബ്നു ദഹ്കാൻ എന്നവരുടെ മുമ്പിൽ ബിശ്റുൽ ഹാഫി എന്നവർ 4 റക്അത്ത് നിസ്കരിച്ചത്.
ഓരോ റക്അത്തിലും അവിടുന്ന് ദുആ ചെയ്തത് ഇങ്ങനെ അല്ലാഹുമ്മ ഇന്നക തഅലമു ഫൗഖ അർശിക് അന്നൽ ദുല്ല അഹബ്ബു ഇലയ്യ മിനശ് ശറഫ് അന്നൽ ഫഖറ അഹബ്ബു ഇലയ്യ മിനൽ ഗിനാ ഇന്നി ലാ ഊസിറു അലാ ഹുബ്ബിക ശൈആ. പടച്ച റബ്ബേ, നാട്ടിലെ മാന്യനാവുന്നതിനേക്കാളും എനിക്കിഷ്ടം നിന്ദ്യനാവാനാണ്. നിസ്സാരനായി നടന്നാ മതി, ഞാൻ അത്ര പോപ്പുലാരിറ്റി ഉള്ള ആളാവണ്ട. റബ്ബേ, ധനാഢ്യനാവാനല്ല, ബിശ്റുൽ ഹാഫിയുടെ ആഗ്രഹം ഫഖീറാവാൻ, ഫുഖറായി ജീവിക്കാൻ, ഒന്നുമില്ലാതെ പാപ്പരായി നടന്നാ മതി. പടച്ചവനെ, ലാ ഊസിറു അലാ ഹുബ്ബിക ശൈആ, നിന്റെ പ്രിയത്തെക്കാൾ മറ്റൊരു സെലക്ഷനും എനിക്കില്ല എന്ന് നിനക്കറിയാമല്ലോ റബ്ബേ എന്നാണ് ദുആ ചെയ്ത് 4 റക്അത്തിലും. ബിശ്റുൽ ഹാഫി എന്നവർ ഇത് കേട്ടിരുന്ന ഇബ്നു ദഹ്കാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. പടച്ചവനെ, ഇയാളുടെ പ്രാർത്ഥന എന്താണ്? ഈ കരച്ചിലിന്റെ ശബ്ദം കൂടിയപ്പോഴാണ്, ഇബ്നു ദഹ്കാൻ എന്നവരുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് മഹാനവറുകൾ ദുആ മാറ്റിപ്പിടിച്ചത്. അവിടുന്ന് പിന്നീട് ദുആ ചെയ്തത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നക തഅലം അന്നീ ലൗ അഅലമു അന്ന ഹാദാ ഹുനാ ലം അതകല്ലം. എന്റെ ഈ പ്രാർത്ഥന കേൾക്കാൻ ഒരാൾ എന്റെ പരിസരത്തുണ്ട് എന്ന ബോധം ഞാൻ മറന്നുപോയി. അതെനിക്കുണ്ടായിരുന്നുവെങ്കിൽ റബ്ബേ, ഞാൻ നിന്നോട് ഇങ്ങനെ പറയില്ലായിരുന്നു. അപ്പൊ അയാള് കേട്ടുപോയല്ലോ. അത് പിന്നെയും കരച്ചിലായി. ഇബ്നു ദഹ്കാൻ എന്നവർ എന്തായിരിക്കുണ്ടാവുക? നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ ഇല്ലാത്ത നിസ്കാരങ്ങൾ അന്ന് രാത്രി, നമ്മളെ പിന്നിൽ ഒരാൾ ജമാഅത്തിന് നിന്നാൽ വലിയ വലിയ സൂറത്ത് ജഹറാക്കി നിസ്കരിക്കുകയാണെങ്കിൽ, സിറാണെങ്കിലോ നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഇന്നാവുത്തേനാക്കൽ കൗസൽ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. എന്തിനാണ് ആൾക്കാരെ കാണിക്കുന്നത്? സ്വാലിഹീങ്ങളായ ഔലിയാക്കൾ കറാമത്ത് കാണിച്ചിരുന്നത് കാനൂ യക്തുമൂന കറാമാത്ത് കൽ ഗദ്റാഇ ഫീ ഹൈളതിഹാ. പ്യൂബിക് ഏജിലെത്തിയ പെൺകുട്ടികൾ, മെൻസസ് പീരീഡിലെത്തിയ പെൺകുട്ടികൾ, സഹോദരിമാർ തന്റെ ഹൈള് പീരീഡിനെ മറ്റൊരാൾ അറിയാതിരിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഔലിയാക്കൾ തന്റെ കറാമത്തിനെ മറച്ചു പിടിച്ചത് എന്ന് ഒരുപാട് കിതാബുകളിൽ കാണുന്നുണ്ട്. നമ്മളെപ്പോലെ അറിയട്ടെ എന്നായിരുന്നില്ല. നമ്മൾ ഇന്ന് അറിയട്ടെ. ജീവിത വിജയത്തിന് ഇത് അറിയിക്കലല്ല, അറിയിച്ചതോടുകൂടെ ആരറിയിക്കാനാ ചെയ്തത്? അവർ കണ്ടു. ആ ആനന്ദം, ആ ഒരു സായുജ്യം, ആ ഒരു സുഹൃതം ഇവിടുന്ന് കിട്ടി. വിട്ടോളൂ. കൽ അദറാ ഫീ ഹൈളതിഹാ. സഹോദരിമാർ മെൻസസ് പീരീഡ് ആരും അറിയാതെ മറച്ചു പിടിക്കുന്ന പോലെ ആയിരുന്നു ഔലിയാക്കൾ തങ്ങളുടെ കറാമത്തിനെ സൂക്ഷിച്ചിരുന്നത് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോടൊന്നിച്ച് അവിടത്തെ ഇൽമു പഠിക്കുന്ന 4 കുട്ടികൾ, 4 അസ്ഹാബുമാർ ഒന്നിച്ചിങ്ങനെ അങ്ങാടിയിലേക്ക് നടന്നു പോവായിരുന്നു. പിയുടെ ഒരു MLA, ഒരു നേതാവ് വന്നാൽ പിന്നാലെ ആൾക്കാർ ഇങ്ങനെ പോവല്ലോ. അങ്ങനെ പോവായിരുന്നു ഉബയ്യ് ഇബ്നു കഅബ് എന്നവരോട് കൂടെ 4 പേര്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി വന്നു. എന്നിട്ട് ഫഅലാഹു ദിർറ, അരയിൽ വെച്ചിരുന്ന ചാട്ടവാർ വലിച്ചൂരിട്ട് പറഞ്ഞു: യാ ഉബയ്യ ഹാദാ മദില്ലത്തുൽ ലിത്താബിയ. ഇത് നിന്നെ പിന്തുടരുന്ന ആളുകളുടെ ശിങ്കിടികളുടെ അപമാനമാണ്. വമസില്ലത്തുൽ മത്ബൂ, നിനക്ക് അത് അഹങ്കാരം വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് പിരിച്ചുവിട്ടോ ഇവരെ, നിന്റെ പിയമാരെ. അല്ലെങ്കിൽ ഉമറിന്റെ ചാട്ടവാറിന്റെ രുചി, അവരുടെ ലംബടം അറിയുന്നതിന്റെ മുമ്പ്. അങ്ങനെ നടക്കല്ലേ എന്ന് ചോദിച്ചു സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മനസ്സിനകത്ത് നിന്ന് പോവരുത്, കുറച്ച് മൈന്യൂട്ടായ ഒരു സംഗതി പറയാൻ. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഇന്നൽ അബ്ദ ല യഖ്ലൂ മിൻ മഅസിയത്തില്ലാഹ്. ആരാരുമില്ലാത്ത സമയത്ത് തിന്മ ചെയ്യുന്ന ആളുകൾ അടിമകളിലുണ്ട്. ആരുമില്ലാത്ത തിന്മ ചെയ്യുന്ന കുറെ അടിമകളുണ്ട്. നാട്ടിലെ ആതുര സേവന രംഗത്ത് സോഷ്യൽ വർക്കറാണവര്, പള്ളിയുടെ മദ്രസയുടെ ആളാണവര്, എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നവരാണ്. അവരില്ലാത്ത സ്വര ചർച്ചകളില്ല, അവരില്ലാത്ത യോഗങ്ങളില്ല. അങ്ങനത്തെ ആള്
പക്ഷേ ആരും അറിയാത്ത സമയത്ത് തിന്മ ചെയ്യുന്നവരാണെങ്കിൽ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി എന്നവര് പറയുന്നു, അവരെ വഫാത്തിന് ശേഷം കണ്ണോക്കിനപ്പുറത്തേക്ക് അവരെ ഓർക്കപ്പെടുകയില്ല. എത്ര ആൾക്കാരുണ്ട് നമ്മളെ മനസ്സിൽ അങ്ങനെയുള്ളവര്? അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വലിയ ആൾക്കാരായിരുന്നു, പക്ഷേ അല്ലാഹ്ക്കല്ലാത്ത ഷെയറുകൾ അവർ ഇബാദത്തിൽ ചെയ്തപ്പോ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് 3 നാളുകളെ കൊണ്ട് അല്ലാഹു പിൻവലിച്ചു കളഞ്ഞു അവരുടെ മെമ്മറി. എന്നാൽ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്ത ഇബാദത്തുകളാൽ സമ്പുഷ്ടമായ ലൈഫ് കടന്നുപോയ ആളുകൾ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും അവരാളുകൾ ഓർത്തുകൊണ്ടേയിരിക്കും. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഇഖ്ലാസായിരുന്നവരുടേത്. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു തആല അൻഹും, ഒരുപാട് അസ്ഹാബുമാർ, ശംസുൽ ഉലമാ, കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങി ഒരുപാട് സമസ്തയുടെ മഹാരഥന്മാർ, മർഹൂം സയ്യിദ് മുഹമ്മദ് അലി, മർഹൂം പൂക്കോയ, മർഹൂം ബാഫഖി തങ്ങൾ റഹിമഹുല്ലാഹ്, എല്ലാവരെയും നമ്മൾ ഓർക്കുന്നു. എന്തുകൊണ്ട്? അവരുടെ ചലനങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. 4 ആൾ അറിയാനായിരുന്നില്ല. ആരെന്തൊക്കെ വിമർശിച്ചാലും ആരെന്ത് പറഞ്ഞാലും. അതുകൊണ്ടാണ് അവരിന്നും ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവരിന്നും ആളുകളുടെ നാവിന്റെ തുമ്പത്ത് അവരെ കുറിച്ച് പറയാൻ അതിയായ താല്പര്യങ്ങളും അതിയായ തൃഷ്ണയും വളർന്നു വരുന്നത് അവർ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ടായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റളിയല്ലാഹു തആല അൻഹു. ഇമാം മാവർദി റഹിമഹുല്ലാഹ് മഹാനവറുകൾ മരണാസന്നമായ സമയത്ത് തന്റെ ഖാദിമിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒരു റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു റൂമിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല, ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല, ഒന്നും വെളിച്ചം കണ്ടിട്ടില്ല. ഖാദിമിനോട് പറഞ്ഞു, എന്റെ മരണശേഷം മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഓർക്കണേ, അവരൊക്കെ ജീവിച്ചത് എങ്ങനെയാണ്? എന്റെ സക്കറാത്തിന്റെ നേരത്ത് അത് നീ പ്രിന്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ മരണത്തിന്റെ അവസാന സമയത്താണ്. ഞാൻ മരിക്കാൻ പോകുമ്പോഴാണ്. സക്കറാത്തിന്റെ സമയത്ത് ഇമാം മാവർദി എന്നവരുടെ എന്റെ കൈകളിലേക്ക് നിന്റെ കൈ ചേർത്ത് വെക്കുക. ഞാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി ചുട്ടുകരിച്ചേക്ക് ഞാൻ എഴുതിയ ആ ഗ്രന്ഥങ്ങളൊക്കെ. നീ എന്റെ കയ്യിലേക്ക് സക്കറാത്തിന്റെ സമയത്ത് നിന്റെ കൈ ചേർത്ത് വെച്ചിട്ടും ഞാൻ പിടിച്ചില്ലെങ്കിൽ നീ കൊണ്ടുപോയി നാളെ പബ്ലിഷ് ചെയ്തിട്ട് ലോകത്തിന് ആലിമീങ്ങൾക്ക് സമർപ്പിക്കണമേ എന്ന് പറഞ്ഞ ഇമാം മാവർദി റഹിമഹുല്ലാഹ്. ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ ഇമാം മാവർദിയുടേത് ഇന്ന് രംഗത്തുണ്ട്. ഉസ്താദുമാർക്കറിയാം അവരെ. ഞാൻ ആളാവണം എന്നില്ല, എന്റെ ലേഖനം വരണം, എന്റെ പേര് അങ്ങനെ തന്നെ അടിച്ചു വരണം എന്നില്ല. ചിലർ ഇഖ്ലാസോട് ചെയ്യുന്നുണ്ടാവും. എല്ലാവരെയും അല്ല, ഓരോരുത്തരും വിലയിരുത്താം. ഞാനും നിങ്ങളൊക്കെ എവിടെയാണുള്ളത്? 10 തവണ എന്നോടും പിന്നെ നിങ്ങളോടാണ് ഈ വിഷയം പറയുന്നത്. വിജയിക്കണമെങ്കിൽ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. മറ്റൊരാൾക്കും നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ ഷെയർ കൊടുക്കാൻ പാടില്ല. മറ്റൊരാൾ അറിയുന്നത് ഇഷ്ടമാവാൻ പാടില്ല. ഇമാം മാവർദി തങ്ങളുടെ സക്കറാത്തിന്റെ സമയത്ത് കൈ ചേർത്ത് വെച്ചു ആ ഖാദിമായ ആള്. ബസത്തു ബിയദി, കൈ ഇങ്ങനെ പരത്തി പിടിച്ചു. മുറുക്കി പിടിച്ചതേ ഇല്ല, കൈ ചേർത്ത് വെച്ചപ്പോ പിടിച്ചതേ ഇല്ല, പരത്തി തന്നെ പിടിച്ചു. ആ സമയത്ത് ആ ഖാദിമ കൊണ്ടുപോയി പബ്ലിഷ് ചെയ്തു. മരണശേഷമാണ് മാവർദി ഇമാമിന്റെ സകല ഗ്രന്ഥങ്ങളും വെളിച്ചം കണ്ടത്, ആളുകളിലേക്ക് സമർപ്പിക്കപ്പെട്ടത്. ഇമാം മാവർദി റഹിമഹുല്ലാഹ്, അവരോടൊന്നിച്ച് അല്ലാഹു സ്വർഗം തരട്ടെ. അത്ര ഖലാസുള്ളവർ. അബ്ദുല്ലാഹിൽ വാഹിബ് ഇബ്നു സൈദ് എന്നവർ പറയുന്നു, അബ്ദുല്ലാഹിൽ വാഹിബ് ഇബ്നു സൈദ് എന്നവർ പറയുന്നു, ഞാൻ അയ്യൂബ് സഖ്തിയാനിയുടെ കൂടെ യാത്ര പോവുകയുണ്ടായി. അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന ഉസ്താദിന്റെ കൂടെ യാത്ര പോയി. വിജനമായ മരുപ്പറമ്പിലൂടെ നടന്നു പോയപ്പോ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു പോയപ്പോ പാറക്കെട്ടുകളുള്ള ഇടങ്ങളിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ വലിയ വലിയ പാറകൾക്ക് മുകളിലൂടെ ചാടി ഞങ്ങളുടെ യാത്ര പോകുമ്പോ വെള്ളമില്ലാത്ത പ്രശ്നം ഞാൻ അബ്ദുല്ലാഹിൽ വാഹിബ് എന്നവർ പറയുന്നു, ഞാൻ അയ്യൂബ് സഖ്തിയാനിയോട് ആ പ്രതിസന്ധിയെ, ആ വിഷമസന്ധിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അബ്ദുല്ലാഹി വാഹിബ് എന്നവരോട് അയ്യൂബ് സഖ്തിയാനി എന്നവർ പറഞ്ഞു, നീ ഇതൊരാളും പറയരുത്, ഒരാളോടും പറയരുത്. വെള്ളല്ലേ എനിക്ക് വേണ്ടത്, അത് ഞാൻ തരാം, പക്ഷേ ആരോടും പരസ്യപ്പെടുത്തരുത്. അബ്ദുല്ലാഹിൽ വാഹിബ് എന്നവർ പറഞ്ഞു, നഅം,
ഞാൻ പറയില്ല, നിങ്ങളുടെ മരണശേഷമല്ലാതെ ഞാൻ ഒരാളോടും ഈ കാര്യം വെളിപ്പെടുത്തുകയില്ല, റിലീസ് ആക്കുകയില്ല എന്ന് വാക്ക് കൊടുത്തപ്പോഴാണ് അവിടുത്തെ പാറയിൽ ഉറച്ച വിട്ടുവെച്ചു കൊടുത്തത്. ആ പാറയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഉറവ് പൊട്ടിയത്, ആ വെള്ളം ഉപയോഗിച്ച് അവർ ദാഹം ശമിപ്പിച്ചത്. ഒരാളോടും പറയരുത്, ഒരാളോടും പറയരുത്. ഇന്ന് എന്തൊക്കെ കഥകളാണ് ഉള്ളതും ഇല്ലാത്തതും സ്വപ്നവും അല്ലാത്തൊക്കെ പറയാൻ. അയ്യൂബ് സഖ്തിയാനി എന്നവർ പറഞ്ഞത്, പറയരുതേ എന്റെ മരണത്തിന്റെ മുമ്പ് ഒരാളും അറിയരുത്. മുഹമ്മദ് ഇബ്നു അസ്ലമ തൂസി എന്നവർ മഹാനവറുകൾ റൂമിലേക്ക് പോകുമ്പോ ഒരു കോപ്പ വെള്ളം കൊണ്ടുപോകുമായിരുന്നു. മുഹമ്മദ് ഇബ്നു അസ്ലമ തൂസി റഹിമഹുല്ലാഹ് റൂമിലേക്ക് കയറി പോകുമ്പോ ഒരു കപ്പ് വെള്ളം കൊണ്ടുപോകും. എന്തിനാ കൊണ്ടുപോണത്? രാത്രിയിൽ പുറത്തിറങ്ങാൻ പേടിച്ചിട്ടാണോ മൂത്രമൊഴിക്കാൻ? അസ്ലമ തൂസി എന്നവർ ഒരു കപ്പ് വെള്ളം കൊണ്ടുപോകുമായിരുന്നു. അബു അബ്ദില്ല എന്ന് പറയുന്ന ഖാദിം, അസ്ലമ തൂസി എന്നവരുടെ സേവകൻ, സർവന്റ്, ഒരു ദിവസം തന്റെ ഉസ്താദിന്റെ ഗുരുവര്യരുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ കൊച്ചു പയ്യൻ, ചെറിയ കുട്ടി പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ ഓടി വന്നു. എന്നിട്ട് അസ്ലമ തൂസി എന്നവര് ഓടി വന്നപ്പോഴുണ്ട് അവിടുത്തെ ഭാര്യ വീട്ടിലുണ്ട്. ചോദിച്ചു, മോൻ കരയണത് കേട്ടില്ലേ? എന്താ ഒന്ന് ശമിപ്പിച്ചൂടെ, ഒന്ന് സമാധാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. മോൻ കരയണത് നിങ്ങൾ കേൾക്കണില്ലേ? ഖാദിമായ അബ്ദുള്ള എന്നവരോട് ഭാര്യ പറഞ്ഞത്, ഇന്ന അബൽ ഹസൻ യദ്ഖുലുൽ ബൈത്ത് ഫയഖറഉൽ ഖുർആൻ ഫയബ്ഖാ. അസ്ലമ തൂസി എന്ന എന്റെ ഭർത്താവ് നിങ്ങളുടെ ഉസ്താദ് വീട്ടിലേക്ക് കയറിപ്പോയാൽ, റൂമിലേക്ക് കയറിപ്പോയി കഥ കടച്ചാൽ ഖുർആൻ ഓതും. അത് കേട്ടാൽ അവിടുത്തെ കുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങും. ഇന്ന് പരിശുദ്ധ ഖുർആന്റെ പാരായണം അല്പം അധികം നീണ്ടുപോയിട്ടുണ്ട്, ദീർഘിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മകൻ നിർത്താതെ കരഞ്ഞത്. എന്നും കരയാറുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ആ പാരായണം നിർത്തുമ്പോ നിങ്ങളുടെ ഒന്നും ചെവികളിലേക്ക് എത്താറുണ്ടായിരുന്നില്ല. ഇന്ന് പരിശുദ്ധ ഖുർആന്റെ പാരായണം ഒത്തിരി ദീർഘിച്ചു പോയിട്ടുണ്ട്. ഖാദിമായ മനുഷ്യൻ ചോദിച്ചു, എന്നിട്ട് തിരിച്ചു വരുമ്പോ വളരെ സന്തോഷവാനായിട്ടാണല്ലോ ഞങ്ങൾ കാണാറുള്ളത് ഞങ്ങളുടെ ഗുരുവര്യരെ. ആ ഭാര്യ പറഞ്ഞു കൊടുത്തു, അസ്ലമ തൂസി എന്ന എന്റെ ഭർത്താവ് റൂമിലേക്ക് കടന്നു പോകുമ്പോ ഒരു കപ്പ് വെള്ളം കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. ആ കപ്പ് വെള്ളം ഉപയോഗിച്ച് ഖുർആനോദിക്കരഞ്ഞ കലങ്ങിയ കണ്ണുകളും ചുവന്ന ആ കവിൽ തടങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന മട്ടോടെ ഭാവത്തോടെ തിരിച്ചിറങ്ങി വരലാണ്. അതാണ് അസ്ലമ തൂസി എന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കൊടുത്തു ഖാദിമിനോട്. ആരും അറിയരുത് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളെ, ഒരാൾക്കും ഷെയർ ഇല്ല. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. 10 വീട്ടുകാർ, മർഹൂം ഉമർ അലി ശിഹാബ് തങ്ങളുടെ മരണശേഷം 10 വീട്ടുകാർ വന്ന് പറഞ്ഞു, മഹാനവറുകളുടെ ചെലവായിരുന്നു ഞങ്ങൾക്ക് കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ വീടിന്റെ ചെലവ് കാശ് കൊടുത്തത് ഏൽപ്പിക്കപ്പെട്ട കടയിലേന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കൊണ്ടുപോകും ഞങ്ങൾ. കാശ് കൊടുത്തത് മർഹൂം ഉമർ അലി തങ്ങളായിരുന്നു. ആ മഹാന്റെ മരണശേഷമാണ് ലോകമറിഞ്ഞത്. എന്തോ ഒരു ഇഖ്ലാസുള്ള, എന്തോ ഒരാൾക്കും ഷെയർ ചെയ്യാത്ത ഇബാദത്തുകൾ, യതീമുകൾക്കും പാവപ്പെട്ട ആളുകൾക്കും വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. എന്തേ മിസ്കീന്മാർക്ക് നിങ്ങൾ പ്രേരണ കൊടുക്കാത്തത് ഭക്ഷണ വിതരണത്തിന്? അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അതിനൊന്നും പ്രേരണ എന്താ നിങ്ങൾ കൊടുക്കാത്തത്? നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാവകളായ ഒരുപാട് വിശപ്പ് സഹിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തവരെ, യതീമുകളെ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവർക്ക് നാളെ ഹൂറുല്ലീങ്ങളെ കൊടുക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരു ദിവസം ഹബീബ് ഒരു ജനാസ ഖബറടക്കുന്ന സമയത്ത്, ആ കബറാളിയെ ഇറക്കി വെക്കുന്ന സമയത്ത് ഹബീബ് അവിടെ നിന്ന് ഓടി അങ്ങകലെ ഒരു സ്ഥലത്ത് പോയിട്ട് നിന്നു. അവിടെ നിന്നാണ് നിർദ്ദേശങ്ങളെ കൊടുത്തത്.
ഹബീബ് നിർദ്ദേശം കൊടുക്കുന്നത് ഖബറിന്റെ അരികത്ത് നിന്ന് ഓടിപ്പോയിട്ട് ദൂരെ മാറി നിന്നിട്ടാണ് സഹാബത്ത് അവിടുത്തെ ജനാസ മറവ് ചെയ്ത് തൽഖീനും തസ്ബീത്തും മീസാനും സ്ഥാപിച്ച ശേഷം വന്ന് ചുറ്റു നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഹബീബേ എന്താണ് നിങ്ങൾ ഓടിയത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ അവിടെ ജനാസയുടെ അനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അയാളുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. നിങ്ങൾ ഇറക്കി വെക്കുമ്പോ അവിടെ എത്താൻ നേരമില്ല, 2 ഹൂറിലേങ്ങൾ വന്നു അയാളുടെ കഫൻ ഇവിടെ പൊളിച്ചയാളെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ നന്മക്ക് വേണ്ടി നടന്ന ആളുകൾ, ഖൈറിന് വേണ്ടി നടന്ന ആളുകൾ, ഒരുപാട് ആതുര സേവന യൂണിറ്റുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. സഹചാരി, അതുപോലെ തന്നെ CHSL തുടങ്ങി ഇഷ്ടം പോലെ അതിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അതിലൊക്കെ നിഷ്കളങ്ക ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഭാഗ്യങ്ങൾ നൽകുകയാണ്. അത് പിന്നെ ഒരു വോട്ടിന് വേണ്ടിയാക്കല്ല, അങ്ങനെയാകുമ്പോൾ അത് പ്രശ്നമാണ്. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. തിരുത്വാറസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളിവി വിതുമ്പി പാടി പ്രേമ പിരീശത്താൽ വനം നീറെ കരഞ്ഞു പാടി. ഇഷ്കിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി വിഷാദത്തിൻ നിശൽ മൂളി കരള് പൊട്ടി. എന്റെ വ്യത ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി, എന്റെ വ്യത ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി. സദാ ചേലിൽ ചിരി ചിന്തും നിലാവിൽ നിന്ന് കരയുന്നു മുഴുതാരാഗണങ്ങളും വിലപിക്കുന്നു. മുഴുതാരഗണങ്ങളും വിലപിക്കുന്നു. അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ എന്നവർ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ്. അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളെ ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാസിലീങ്ങളാണ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, നാട്ടുകാരോട് പറഞ്ഞത്, ആരാണ് തങ്ങൾ കുട്ടിയെ അടിച്ചത്? ചാട്ടവാറോട് അടിച്ച അടയാളങ്ങൾ പുറത്ത് തലങ്ങും വലങ്ങും കിടക്കുകയാണ്. ആരാണ് തങ്ങൾ കുട്ടി അടിച്ചത്? നിങ്ങൾക്കറിയോ? അലി ഇബ്നു സൈനുൽ ആബിദീൻ എന്നവരുടെ ജനാസ കുളിപ്പിക്കുന്ന ഗാസിലീങ്ങളാ ചോദിച്ചത് നാട്ടുകാരോട്, നിങ്ങൾക്കറിയോ ഇയാളെ ഏതെങ്കിലും തങ്ങൾ കുട്ടി ഏതെങ്കിലും തെറ്റ് ചെയ്തത്? ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം മദീനയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് 60ഓളം വീട്ടുകാർ മദീനയിൽ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ വന്നത്. സൈനുൽ ആബിദീൻ എന്നവരുടെ വീടിന്റെ പടിക്കൽ 60ഓളം ആളുകൾ കയറി വന്നു. അവര് പറഞ്ഞു, ഞങ്ങളുടെ 60 വീടുകളിലേക്കും ഭക്ഷണം എത്തിച്ചിരുന്നത് അലി ഇബ്നു സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളായിരുന്നു. എങ്ങനെയായിരുന്നവർ കൊണ്ടുവന്നത് എന്നറിയോ? ഗോതമ്പിന്റെ വലിയ വലിയ സാക്കുകൾ, വലിയ വലിയ ചാക്കുകൾ തന്റെ തോളത്ത് വെച്ച് ആരും കാണാത്ത രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ ഞങ്ങളുടെ വീടിന്റെ പടിക്കൽ സ്വന്തം ഏറ്റിക്കൊണ്ടുവന്ന് ഞങ്ങളെ ഭക്ഷിപ്പിച്ചിരുന്നു 60ഓളം വീട്ടുകാരെ. അലി ഇബ്നു സൈനുൽ ആബിദീൻ അങ്ങനെ ചാക്ക് വഹിച്ചതിന്റെ പോർട്ട് ചെയ്തതിന്റെ വരെയാണ്, അല്ലാതെ ഒരു ചാട്ടവാറ് കൊണ്ടും അടി കിട്ടിയതല്ല. നമുക്ക് പറ്റുമോ? അവരൊരു സെൽഫിയിലേക്ക് എടുത്തില്ല, അതൊരു പത്രത്തിൽ കൊടുക്കാൻ ശ്രമിച്ചില്ല. അത് നാളെ മറ്റാളുകൾക്ക് മോട്ടിവേറ്റ് ആവുമെങ്കിൽ ഓക്കെ, നാളത് മറ്റുള്ളവരിലേക്ക് ഒരു ഖൈറിന് ചാൻസ് ഒരുക്കുമെങ്കിൽ ഓക്കെ. അല്ല, ഞാൻ കൊടുത്തു എന്നറിയിക്കാനാണെങ്കിൽ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ വമുതസദ്ദിഖുൻ അഖഫ തസദ്ദുക ലം യകുൻ
ബിമാ അൻഫഖത് യുംനാഹു ഇൽമു ശിമാലി. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സദഖ ചെയ്തു പോയവർ. വമുതസദ്ദിഖുൻ അഖ്ഫത് തസദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത് യുംനാഹു ഇൽമു ശിമാലി. ഒന്ന് എണീറ്റിരുന്നാലോ നമ്മളൊക്കെ? മൗലായ സ്വല്ലി വസാ. സഹോദരിമാർ അവിടെ ഇരുന്നോ? ഇന്നഹദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മസ്ലമ ഇബ്നു അബ്ദുൽ മലിക് എന്നവർ റോമക്കാരുടെ കോട്ട വളഞ്ഞിട്ടുണ്ട്. മസ്ലമ ഇബ്നു അബ്ദുൽ മലിക് എന്നവർ റോമക്കാർ, ഇന്നത്തെ ഇറ്റലിക്കാരെ, അന്നത്തെ ഏറ്റവും വലിയ വൻകിട ശക്തികളായ റോമക്കാരെ കോട്ട വളഞ്ഞു. കോട്ട വളഞ്ഞപ്പോ അവരെ കീഴടക്കാൻ കോട്ട വളയൽ മാത്രമേ കഴിയുള്ളൂ. അത് വളഞ്ഞെങ്കിലേ അവരെ കീഴടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ കോട്ട വളഞ്ഞു. അകത്ത് കയറാൻ ആവാതെ വിഷമിച്ച യുദ്ധതന്ത്രം പരാജയപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ കോട്ടയുടെ മൂലയിൽ ചെന്നിരുന്ന് കുഴി കുടിക്കുന്നത് കണ്ടത്. തുരങ്കമുണ്ടാക്കിയത്, നഫക്കുണ്ടാക്കിയത്. കോട്ടക്കകത്ത് നിന്നു അവരെ പ്രതിരോധിക്കാൻ, പക്ഷെ അകത്ത് കടക്കാൻ ഒരു വകുപ്പില്ല. അപ്പോഴാണ് കോട്ടയുടെ ഒരു മൂലയിൽ ചെന്നിട്ട് ഒരാൾ തുരങ്കമുണ്ടാക്കി അകത്തേക്ക് കടന്നു. വാതിലയാൾ തുറന്നെടുത്തു. പിന്നെ അടിച്ചു കയറി മസ്ലമ ഇബ്നു അബ്ദുൽ മലിക് എന്നവരുടെ സൈന്യം അവരെ കീഴടക്കി റോമക്കാർ. ആരാ കുഴിച്ചത് എന്നറിയണില്ല, ആരാ കുഴിച്ചത് എന്നൊരു ഓർമ്മയുമില്ല. അയാൾ തുരങ്കമുണ്ടാക്കി ഉള്ളിൽ കയറി വാതിൽ തുറന്നു കൊടുത്തു. ബാക്കിയുള്ളവർ ശീഘ്രം അകത്തേക്ക് കയറിപ്പോയി. അതിനകത്തിരുന്ന റോമക്കാരെ പിടിച്ചിട്ട് കൊന്നുകളഞ്ഞു. അവര് കാസ്റ്റീവ്സുകളാക്കി, യുദ്ധത്തടവുകാരാക്കി പിടിച്ചു കൊണ്ടുവന്നു. യുദ്ധം കഴിഞ്ഞു വന്നപ്പോ മസ്ലമ എന്ന് പറയുന്ന രാജാവ് അന്വേഷിച്ചു, ആരാണ് ആ തുരങ്കമുണ്ടാക്കിയത്? ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ, ഒന്ന് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ അയാൾ ആരാണെന്ന് ചോദിച്ചു. ആർക്കും അറിയില്ല. പരസ്പരം നോക്കുകയാണ്. പരസ്പരം നോക്കുമ്പോ മസ്ലമ എന്നവർ പറഞ്ഞു, ഇനി സദസ്സിൽ വെച്ച് പറയുന്നത് ആർക്കെങ്കിലും കുറവായി തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ പറയണ്ട. എന്റെ കൊട്ടാര സംരക്ഷകനായ ഒരാളുണ്ട്, കൊട്ടാര കാവൽക്കാരനോട് പറഞ്ഞാ മതി, അവൻ എന്നോട് വന്ന് പറഞ്ഞോളും. ഡയറക്റ്റ് നാലാളെ മുമ്പിൽ പറയുന്നത് കൊണ്ട് വല്ല വൈമനസ്യവും വിഷമവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് പറയണ്ട. സഭ പിരിഞ്ഞു. അന്ന് രാത്രിയായപ്പോ ഒരാൾ ഇങ്ങനെ ഇരുട്ടത്ത് നടന്നു വരുന്നുണ്ട്. ഗേറ്റ് കീപ്പർ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാനാണ് ഇന്നലെ രാജാവ് ചോദിച്ച ആള്. ആ കോട്ടയ്ക്ക് സൈഡിൽ തുരങ്കമുണ്ടാക്കി ഉള്ളിൽ കയറിയിട്ട് കോട്ടയുടെ വാതിൽ തുറന്ന ആള് ഞാനാണ്. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറ. ഗേറ്റ് കീപ്പർ നേരെ ചെന്നു മസ്ലമയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ ആൾ ഇവിടെ ഉണ്ട്. മസ്ലമ എന്നവർ സമ്മതിച്ചു. മസ്ലമ എന്നവരോട് ആളുണ്ട് ഇവിടെ, പക്ഷേ ഒരു ഷർത്ത് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഗേറ്റ് കീപ്പർ പറഞ്ഞു. എന്താണ് ഷർത്ത് എന്നറിയോ? വലക ഷർത്തു, നിനക്ക് ഷർത്തുണ്ടല്ലേ, ആ ഷർത്ത് ഒരാളും അറിയാൻ പാടില്ല ഞാനാണ് ആ പണി ചെയ്തത് എന്ന്. എനിക്കൊരു അംഗീകാരവും തരാൻ പാടില്ല. ഈ രാഷ്ട്രത്തിൽ ഒരു സ്വീകരണവും എനിക്ക് ഏർപ്പെടുത്താൻ പാടില്ല. അങ്ങനെയെങ്കിൽ രാജാവിനോട് പോയി പറയൂ ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. അങ്ങനെ തന്നെ രാജാവിനോട് പോയി പറഞ്ഞു. രാജാവ് ദർബാറിലേക്ക് വിളിപ്പിച്ചു ഈ മനുഷ്യൻ. അരികിലേക്ക് ചെന്നപ്പോ വഅലൈക വഅലൽ മുസ്ലിമീന സലാം, സലാം നിങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് മസ്ലമയോട് സലാം പറഞ്ഞു അയാള്. എന്നിട്ട് അയാൾ ഒന്നും പറയാതെ പിരിഞ്ഞുപോയി. പിന്നീട് ഒരിക്കലും ആരാണ് അയാള്, എവിടെയുള്ള ആളാണ് അയാളെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഞാൻ ആരാന്ന് പറഞ്ഞതുമില്ല, പിന്നെ ആരാണെന്ന് മസ്ലമക്ക് കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല. മസ്ലമ എന്നവർ പിന്നീട് എല്ലാ നിസ്കാരങ്ങളുടെ ശേഷം ദുആ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ ദുആയുടെ ഖിബലയായ ആകാശത്തേക്ക് തന്റെ കൈവെള്ള ഉയർത്തുമ്പോഴൊക്കെ ദുആ ചെയ്തിരുന്നു. അല്ലാഹുമ്മ ഹ്ശുർനി മാ സാഹിബിൻ നഫഖ്, പടച്ചവനെ എന്നെയും ആ ടണലിന്റെ ആളോടൊന്നിച്ച് നാളെ മഹ്ശറയിൽ, നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന്. ഞാനാണത് ചെയ്തത് എന്നറിഞ്ഞിട്ട് അങ്ങനെ ഒരു പബ്ലിസിറ്റി എനിക്ക് വേണ്ട. നമുക്ക് പറ്റുമോ? നമ്മളെ മനസ്സൊക്കെ എന്താണായിപ്പോയത്? മസ്ലമ എന്നവർ ദുആ ചെയ്യാറുണ്ടായിരുന്ന റബ്ബേ അല്ലാഹുമ്മ ഹ്ശുർനി,
എന്നെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ മഅ സാഹിബിൻ നഫഖ്, ആ ടണലിന്റെ ആള്, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ഞാൻ ചെയ്ത കർമ്മത്തിൽ അതിന് വല്ല കൂലിയുമുണ്ടെങ്കിൽ അത് അല്ലാഹു തരും. ഇവിടെ 4 ആൾ അറിയിച്ച് 4 ആൾക്ക് എന്റെ ഇബാദത്തിന്റെ ഷെയർ ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ച ആ ആളോളൊന്നിച്ച് എനിക്ക് സ്വർഗം തരണേ എന്ന് മസ്ലമ ഭരണാധികാരി ദുആ ചെയ്തു. പിന്നീട് അല്ലാഹുമ്മ അഹ്ശുർനി മഅ സാഹിബിൻ നഫഖ് ലാ യജിദു ഹലാവതൽ ആഖിറ റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു الناس. അല്ലാമ ബിസുൽ ഹാഫി റഹിമഹുല്ലാ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ആ മഹാൻ തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യജിദു ഹലാവൽ ആഖിറ, ആഖിറത്തിന്റെ മാധുര്യം ഒരാൾക്ക് ലഭ്യമാവുകയില്ല. യുഹിബ്ബു അൻ യഅരിഫഹു الناس, 4 ആളെന്നെ അറിയട്ടെ എന്ന് വിചാരമുള്ള ഒരാൾക്കും നാളെ ആഖിറത്തിന്റെ മധുരം ലഭ്യമാവുകയേ ഇല്ല. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും, അല്ലാഹു നമ്മളെ അത്തരം വിഭാഗങ്ങളിൽ പെടുത്താതിരിക്കട്ടെ. ഇബാദത്ത് പടച്ചോന് വേണ്ടി വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ഒരാൾക്കും നമ്മുടെ ഇബാദത്തിന്റെ ഷെയർ കൊടുക്കുകയേ വേണ്ട. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു റോമക്കാരുമായിട്ട് യുദ്ധം നടന്ന ഒരു യുദ്ധത്തിൽ, ദന്തയുദ്ധത്തിൽ, ഡ്യുവൽ ഫൈറ്റിംഗ് നടക്കും. യുദ്ധം നടക്കുന്നതിന് മുമ്പേ ഏറ്റുമുട്ടും 2 ആള് തമ്മിൽ ഡയറക്റ്റ് ആയിട്ട്, എന്നിട്ടാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങുക. അതാണ് ഡ്യുവൽ ഫൈറ്റിംഗ്, ദന്തയുദ്ധം എന്ന് പറയുന്നത്. ദന്തയുദ്ധത്തിൽ റോമക്കാരുമായി മുസ്ലിമീങ്ങൾ മത്സരിച്ചപ്പോ 3 മുസ്ലിമീങ്ങളെ അജാനുബാഹുവായ ഒരു സൈനികൻ, റോമക്കാരിലുള്ള ഒരു സൈനികൻ, നല്ല തടിമാടൻ ഒരു അജാനുബാഹുവായ ഒരാൾ കൊന്നുകളഞ്ഞു. 3 മുസ്ലിമീങ്ങളെ 3 ആള് പോയിട്ടും അയാൾ വധിച്ചു കളഞ്ഞു. പടച്ചോനെ പേടിയായി ആദ്യം തന്നെ. പിന്നെ മുഖംമൂടിയിട്ട ഒരാളിന്റെ രണഭൂമികയിലേക്ക് ചാടി ഇറങ്ങി വന്നിട്ട് ഈ അജാനുബാഹ റോമക്കാരനായ സൈന്യത്തിനെതിരെ പോരാടി അയാളെ മലർത്തിയടിച്ചു, അയാളെ വധിച്ചു. മുഖംമൂടിയിട്ട ആള് വേഗം കയറി ഓടി. കൂട്ടുകാർ പിന്നാലെ ഓടിയിട്ട് ആ മുഖം മൂടി പിച്ചി ചീന്തി വലിച്ചുയർത്തിയപ്പോഴാണ് അതാരാണ് അബ്ദുല്ലാഹിൽ മുബാറക് റഹിമഹുല്ലാഹ്. ഞാൻ അവിടെ ഉഷാറ്, ഞാൻ സിസ്പാക്കാരനാണെന്ന് അറിയിക്കാൻ അബ്ദുല്ലാഹിൽ മുബാറക് എന്നവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവിടെ ഒരു സെൽഫിക്ക് അവസരം ഉണ്ടായിരുന്നില്ല. മുഖം മൂടിയിട്ടാണ് യുദ്ധത്തിലിറങ്ങിയത്. അയാളെ തോൽപ്പിച്ചു ഇറങ്ങി. ജീവിത വിജയത്തിന് അനിവാര്യമാണ് നമ്മുടെ ഇബാദത്ത് മറ്റൊരാൾക്ക് കൊടുക്കല്ല, ആളറിയട്ടെ എന്ന് വിചാരിക്കില്ല. ആരാണ് അബ്ദുല്ലാഹിൽ മുബാറക് എന്നവർ അറിയോ? ആ മഹാനുഭാവൻ അബ്ദുല്ലാ എന്നവർ, ഇബ്രാഹിം അദ്ഹം എന്നവർ. ഏതെങ്കിലും അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഇബ്രാഹിം അദ്ഹം എന്നവർ ഏതെങ്കിലും ഒരു ഭക്ഷണ പരിപാടികളിലെത്തിയാൽ, ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വന്നാൽ ഏറ്റവും അവസാനം ഭക്ഷണ തളികയിൽ നിന്ന് കൈ ഉയർത്തുന്ന ആളായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. അവസാനം എണീറ്റുക. എന്തിന്? തിന്നിറപ്പായാവല്ല. ഞാൻ നേരത്തെ എണീറ്റാൽ ഭക്ഷണം കുറവുള്ള ആളാണ് എന്ന് കൂടെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവർ വിചാരിക്കും. അത് പറ്റൂല, എന്നെ കുറിച്ച് ഞാനൊരു സുഹൃദ ചെയ്യുന്ന ആളാണ്, സാഹിദാണെന്നറിയാൻ താല്പര്യപ്പെട്ടിരുന്നില്ല സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. അവസാനം എണീക്കുക. എന്തൊരു തീറ്റക്കാരനാണ്, വലിയ മൂല്യരാണ്, വലിയ സൂഫിയാന്നൊക്കെ പറയും ചെയ്യും. ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഏറ്റവും ലാസ്റ്റ് എണീക്കും ഇബ്രാഹിം അദ്ഹം എന്നവർ എന്ന് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല. ആരായിരുന്നു അബ്ദുള്ള എന്നവർ? മുബാറക് എന്ന ഉപ്പയിൽ നിന്ന് തന്നെ മനോഹരമായ സ്വഭാവം പഠിച്ചവർ. മുബാറക് എന്നവർ ഒരു തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നല്ലോ. നിങ്ങൾക്കറിയാലോ ആ കഥ. ഓട്ടപ്രദക്ഷിണം നടത്തട്ടെ ആ ചരിത്രത്തിലൂടെ. അടിമയായിരുന്നവർ ഒരിക്കൽ തന്റെ യജമാനൻ ബാപ്പയായ അബ്ദുള്ള എന്നവരുടെ ബാപ്പയായ മുബാറക് എന്നവരോട് പറഞ്ഞു, മുബാറക്, നീ എന്റെ ഫ്രൂട്ട്സ് തോട്ടത്തിൽ നിന്ന് ഒരു ഫ്രൂട്ട് കൊണ്ടുവരാമോ? അത് കൊണ്ടുവന്ന് കൊടുത്തു, പുളിയുള്ളത്. പിന്നെയും പറഞ്ഞു, എന്ത് പുളിയല്ല മുബാറക്, വേറൊന്നു കൊണ്ടുവാ. വീണ്ടും കൊണ്ടു കൊടുത്തു, അതും പുളി തന്നെ. മുബാറക് എന്നവരോട് ദേഷ്യത്തിൽ ചോദിച്ചു യജമാനൻ, ഇനിയും അറിയൂലേ നിനക്ക് ഏതാണ് പഴുത്തത് എന്ന്? മുബാറക് എന്നവർ പറഞ്ഞു, എന്നെ ടേസ്റ്റ് നോക്കാനല്ലല്ലോ ഏൽപ്പിച്ചത്, അതിന് തടമെടുക്കാനും വെള്ളമൊഴിച്ചു കൊടുക്കാനും വളമിടാനും അല്ലേ എന്നെ ഏൽപ്പിച്ചത്. എന്തോ ഒരു നല്ല കുട്ടി,
എത്ര നല്ല സ്വാദിഖായ ആളാണ് എന്റെ യജമാനൻ. അതാണ് മുബാറക് റളിയല്ലാഹു തആല അൻഹു. അബ്ദുള്ള എന്നവരുടെ ഉപ്പ എന്നെ ടേസ്റ്റ് നോക്കാനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിന്റെ ടേസ്റ്റ് നോക്കിയില്ല. എത്ര ജോലി ചെയ്താലും ആ മുബാറക് എന്നവർക്കാണ് തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്തത് യജമാനൻ. ആ യജമാനൻ ചെന്ന് ചോദിച്ചു, ഞാൻ എന്റെ മോളെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നാലോ? കുറെ വിഷയങ്ങളുണ്ട്, ഞാനതൊക്കെ ഒഴിവാക്കാണ്. കുറെ വിഷയങ്ങൾ അതിനിടക്കുണ്ട്. മോളെ കെട്ടിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഒന്ന് എന്നോട് ചോദിച്ചാൽ മാത്രം പോരാ, യജമാനനെ ധനാഢ്യനെ നിങ്ങളുടെ മകളോടുകൂടെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഈ കറുകറുത്ത മുബാറക്കിനെ പറ്റുമോ അങ്ങയുടെ മകൾക്ക് എന്ന്. ഇദാ അതാകും മൻ തർലൗന ദീന فأمانته فزوجوه إلا تكن فتنة في الأرض وفساد عريض. ദീനുള്ള അമാനത്തുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ പിന്നെ നോക്കി നിൽക്കണ്ട. ഫസവ്വിജൂ, നിങ്ങളെ മക്കളെ കെട്ടിച്ചു കൊടുത്തോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുള്ള അബ്ദുള്ള എന്നവർ മുബാറക് എന്നവരെ കണ്ടപ്പോൾ യജമാനൻ കെട്ടിച്ചു കൊടുത്തു തന്റെ മകളെ. ജോലിക്കാരന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഫാസിഖായ മുബ്തദിയായ ഒരാൾക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുത്താൽ വഖദ് ഖതഅർ റഹ്മ, അവൻ തന്റെ കുടുംബം മുറിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ള. ഓർക്കണേ, ഞാൻ പലയിടത്തും അമ്പെയ്തതാണിത്. ഫാസിഖായ ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്താൽ, എന്റെ നാടിനടുത്ത് അയൽവാസിയായ ഒരാള്, ഈബത്ത് പേര് പറയുന്നില്ല, രക്ഷപ്പെടാലോ, ചെറിയൊരു കള്ളുകുടിയുടെ ഗ്യാങ്ങിലൊക്കെ അവനെ കാണലുണ്ട് എന്ന് രക്ഷിതാവിനോട് പറഞ്ഞപ്പം പറയാം, കുറച്ചൊക്കെ കുടിക്കാത്ത കുട്ടികളുണ്ടാവോ? ഫാസിഖായ തമ്മാടിയായ ഒരാൾക്ക്, മുബ്തദിയായ ഒരാൾക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുത്താൽ വഖദ് ഖതഅർ റഹ്മ, അവൻ തന്റെ കുടുംബ ബന്ധം മകളുമായിട്ടുള്ളതിനെ വിച്ഛേദിച്ചു. എന്റെ ഉപ്പ എന്റെ ഉമ്മ ശ്രദ്ധിക്കണേ, തന്റെ മകളെ കെട്ടാൻ വരുന്നവനെ കുറിച്ച് ആലോചിക്കുക. ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കില്ല, പൈസ അല്ല പ്രശ്നം. 70,000 എഞ്ചിനീയർ, ഇതൊന്നുമല്ല മാനദണ്ഡം, ഇതൊന്നുമല്ല മാപ്പിനിയാക്കേണ്ടത്. അവന് ദീനുണ്ടോ? ഇദാ അതാകും മൻ തർലൗന ദീനഹ വ അമാനതഹു ഫസവ്വിജൂ, നിങ്ങൾ കെട്ടിച്ചു കൊടുത്തോളൂ എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ബിൻ അസ്ലമ എന്നവരോടൊന്നിച്ച് 20 വർഷക്കാലം ജീവിച്ച ഒരാള്, മുഹമ്മദ് ബിൻ അസ്ലം റഹിമഹുല്ലാ മഹാനവറുകളോടൊന്നിച്ച് ജീവിച്ച ഒരാള്, അയാൾ തന്റെ ഉസ്താദിന്റെ കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ജുമുഅയുടെ സുന്നത്തല്ലാതെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ആര്? മുഹമ്മദ് ബിൻ അസ്ലം എന്നവരുടെ കൂടെ നടന്നിരുന്ന ഒരാള്, 20 കൊല്ലം നേല് പോലെ നടന്ന ആള്. എന്റെ ഉസ്താദ് മുഹമ്മദ് അസ്ലം വെള്ളിയാഴ്ചയുടെ സുന്നത്ത് മാത്രം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളെ കാണല്ലോ നിസ്കാരം, എല്ലാവരും അറിയട്ടെ. മുഹമ്മദ് ബിൻ അസ്ലം എന്നവർ ശപഥം ചെയ്തിട്ടുണ്ട് റബ്ബിനോട്, യാ അല്ലാഹ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 2 മാലാഖമാർ നമ്മുടെ സകല നിമിഷങ്ങളെയും ഒപ്പിയെടുക്കാൻ കാത്തിരിപ്പുണ്ട്, എഴുതി രേഖപ്പെടുത്താൻ. അള്ളാന്റെ റാത്തീബിൽ ജോലി ചെയ്യുന്ന 2 മാലാഖമാർ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ മാലാഖമാരറിയാതെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരുമോ എന്ന് അല്ലാഹുവിനോട് ചോദിച്ച ആളാണ് മുഹമ്മദ് ബിൻ അസ്ലം റളിയല്ലാഹു മുങ്കർ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദും അറിയാതെ നിസ്കരിക്കാൻ അവസരം തരുമോ റബ്ബേ എന്ന അപേക്ഷ കൊടുത്ത ആളാണ് മുഹമ്മദ് ബിൻ അസ്ലം. നമ്മളെ സെൽഫിയുടെ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. ഈ സെൽഫി ഭ്രമം നമ്മുടെ ആഖിറം തകർക്കും തീർച്ചയാണ്. അതുകൊണ്ട് നിഷ്കളങ്കതയോടെ ഒരാൾ അറിയാൻ വേണ്ടി അമൽ ചെയ്യില്ല, ആരും അറിയാതിരിക്കട്ടെ.
നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മൾ ചെയ്യുന്ന സംഭാവനകൾ, നമ്മുടെ ഇടപെടലുകൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാവട്ടെ. അപ്പോഴാണ് അതിന് പുണ്യമുള്ളത്. രണ്ടാമത്തത് അള്ളാഹുവിന് വേണ്ടി മാത്രം അമൽ ചെയ്യുക, നല്ല സംസാരിക്കുക. ഈ ജീവിത വിജയത്തിന് മൂന്നാമത്തത് തവക്കുൽ ഉണ്ടായിരിക്കുക, അള്ളാഹുവിൽ സമർപ്പിക്കുക. എല്ലാം പടച്ചവന് സമർപ്പിക്കുക. ഇന്നി തവക്കൽതു അലല്ലാഹ്, റബ്ബിലേക്ക് സമർപ്പിക്കുക സകല കാര്യങ്ങളും. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല അൻഹു രാജദർബാറിന്റെ തീന്മേശയിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട്. അവർക്ക് നാസ്തയുടെ ഭക്ഷണങ്ങളൊക്കെ, നാസ്ത മുഴുവൻ കൊണ്ടുവച്ചു ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ. ഈ സന്ദർഭത്തിൽ മഹാനവറുകൾ ഭക്ഷണം കഴിക്കാൻ തളികക്ക് മുമ്പിലേക്ക് ഇരിക്കുമ്പോഴാണ് അതാ എവിടെ നിന്നോ ഒരു പക്ഷി പറന്നു വന്നിട്ട് ഞാൻ കഴിക്കേണ്ട റൊട്ടി ഒരെണ്ണം കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് പറന്നു കളഞ്ഞത്. നാസ്ത എനിക്ക് കഴിക്കാൻ വെച്ചതിൽ നിന്ന് ഒരു പക്ഷി എടുത്തു പോയി. ചിന്തിച്ചു, പടച്ചോനെ, ഒരു ഈച്ച പോലും കടക്കാൻ സാധ്യമല്ലാത്ത പ്രോട്ടോകോളുള്ള എന്റെ രാജദർബാർ, ഒരാളെ കടത്തിവിടാത്ത അത്രയും സുരക്ഷയുള്ള എന്റെ രാജദർബാറിൽ ഈ വന്ന പക്ഷി നിസ്സാരതയല്ലല്ലോ, നിസ്സാരനല്ലല്ലോ. പിറ്റേന്നും ഇതേ അനുഭവമുണ്ടായി. മൂന്നാം നാൾ ഇതേ അനുഭവമുണ്ടായാൽ മന്ത്രിയോട് പറഞ്ഞു, എന്റെ അശ്വം ഒരുക്കി വെക്ക്, നമുക്ക് ഈ പക്ഷിയുടെ പിന്നാലെ പറന്നു പോകാം. എവിടക്കാ പക്ഷി യാത്ര പോകുന്നത് എന്ന് ഒന്നറിയണല്ലോ. അങ്ങനെ പക്ഷിയുടെ കൂടെ പോവാൻ അശ്വം ഒരുക്കി വെച്ചു, കുതിരയെ ഒരുക്കി വെച്ചു. മുന്തിയ കുതിരയെ രാവിലെ മൂന്നാം ദിവസവും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ പറന്നു വന്നു പക്ഷി. ആ സമയത്ത് ചാടിക്കയറി കുതിരയുടെ മുകളിൽ പിന്നാലെ ഒരുപാട് സൈനികരുണ്ട്. പക്ഷേ ഇങ്ങനെ മരച്ചില്ലയിൽ നിന്ന് മറ്റു മരച്ചില്ലയിലേക്ക് ഓടി പറന്ന് പറന്നു പോകുമ്പോ തായ്ഭാഗത്തൂടെ അവരെ നിരീക്ഷിച്ച് രാജാവും ഇബ്രാഹിം അദ്ഹം തങ്ങളും മന്ത്രിയും മറ്റു സൈന്യവും താഴെയും ഓടുന്നുണ്ട്. കൂരിരുട്ടുള്ള ഒരു വനാന്തരത്തിലേക്ക് കയറിപ്പോയ ആ പക്ഷി, അങ്ങനെ ആ പക്ഷി ഉള്ളിലേക്ക് കൂരിരുട്ടുള്ള സൂര്യൻ ഉദിച്ചിട്ടും വെട്ടമെത്താത്ത സ്ഥലത്തേക്ക് പറന്നുപോയപ്പോ അവരെങ്ങനെയോ കണ്ടുപിടിച്ച് താഴത്തുകൂടെ ഇബ്രാഹിം അദ്ഹം എന്നവരും ഓടിച്ചു തന്റെ കുതിരെ. അവസാനം വലിയൊരു വടാവൃക്ഷത്തിന്റെ ശിഖരത്തിൽ പോയിരുന്നിട്ടുണ്ട് ആ പക്ഷി. താഴെ എത്തി ഇബ്രാഹിം അദ്ഹം തങ്ങൾ നോക്കുമ്പോഴുണ്ട് ഒരു മനുഷ്യന മരത്തിന്റെ അടിഭാഗത്ത് ട്രങ്കിൽ കെട്ടിയിട്ടുണ്ട്, കാലും കൈയുമൊക്കെ പിന്നിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട് ആ മരത്തിൽ. ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എങ്ങനെയാ ഇവിടെ എത്തിയത്? ഞാനൊരു കച്ചവടക്കാരനാണ്, ഒരു മർച്ചന്റാണ്, ഞാൻ ഒരു കച്ചവടം ചെയ്യുന്ന ആളാണ്. ആ കച്ചവടം ചെയ്ത് കിട്ടിയ കാശുമായിട്ട് എന്റെ നാട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഒരുപാട് കൊള്ളക്കാര് വന്നെന്നെ പിടിച്ചത്. കൊള്ളക്കാരെന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയുണ്ടായി. ആ സമയത്ത് കൊള്ളത്തലവൻ പറഞ്ഞു, അത് കൂടെയുള്ള ആളുകളോട് എന്തിനാണ് അവരെ കൊല്ലുന്നത്? അവനെ കൊന്നിട്ടെന്ത് കാര്യം? കയ്യിലുള്ളതൊക്കെ നമ്മൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാം നമ്മളടുത്ത് എത്തിയില്ലേ, എന്തിനാ കൊല്ലുന്നത്? ഈ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ റബ്ബിനോട് പറഞ്ഞിരുന്നു, റബ്ബേ, എന്റെ കാശ് നഷ്ടപ്പെട്ടു, ഇനി ഇതാ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്. ഇത് പറഞ്ഞപ്പോഴാണ് നേതാവ് അണികളോട് പറഞ്ഞത്, കൊല്ലണ്ട, വിട്ടേക്ക് എന്ന്. ബക്കറ്റ് പിരി വരുന്നുണ്ട്, നല്ല ഒരു സംഖ്യ, ഒരു അവസാന ഈ മതപ്രഭാഷണ വേദിയുടെ അവസാന ദിവസമല്ലേ, നല്ലൊരു സംഖ്യ കൊടുക്കുക, ശബ്ദം ഉണ്ടാക്കാത്ത ഒരു സംഖ്യ നൽകിയിട്ട് സഹകരിക്കുക. അല്ലാഹു തആല നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓർക്കണം, ഒരാളും അറിയാനല്ല, ഏറ്റവും രഹസ്യമായ സദഖയാണ്, ഏറ്റവും രഹസ്യ സദഖയാണ്. ബക്കറ്റ് വരും പറയാതെ അതിലിട്ട് പോവാന്നുള്ളത്. റെസിപ്റ്റ് ഇല്ല, അതൊന്നും തെറ്റെന്നല്ലിട്ട് പറഞ്ഞത്, നമ്മുടെ മനസ്സാണ് അവിടെയൊക്കെ ക്ലിയർ ആവേണ്ടത്. അല്ലാഹു മുഖ്ലിസീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ബക്കറ്റ് അങ്ങനെ നടക്കട്ടെ. ഇബ്രാഹിം അദ്ഹം തങ്ങൾ ചോദിച്ചു, ഇതാണോ സാഹചര്യം? എന്നാൽ 3 ദിവസങ്ങളായി എന്റെ രാജദർബാറിൽ ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിൽ നിന്ന് ഒരു റൊട്ടിയെടുത്ത് പറക്കുന്നുണ്ട്. ആരോരുമില്ലാത്ത ഈ കൊടുംവനത്തിൽ കെട്ടിയിട്ട അള്ളാഹുവിൽ തവക്കുലാക്കിയപ്പോൾ രക്ഷപ്പെട്ട ശരീരത്തിന് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു സെലക്ട് ചെയ്തത് ആ പക്ഷിയെയാണല്ലോ. എന്നെ അത്ഭുതപ്പെടുത്തിയത്, അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ഭക്ഷണം കൊടുക്കും അള്ളാഹു എന്നത് എനിക്കറിയാം.
പക്ഷെ അള്ളാഹുവിൽ തവക്കുലാക്കിയ ആൾക്ക് രാജഭക്ഷണം കൊടുക്കുമെന്നത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറഞ്ഞ സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ പടച്ചോൻ തരും. എന്നാൽ അള്ളാഹുവിൽ തവക്കുലാക്കിയ ആൾക്ക് രാജഭക്ഷണം കൊടുക്കുന്നത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. കാരണം ഞാൻ കഴിക്കേണ്ട ഭക്ഷണമാണ് ഇയാൾക്ക് അള്ളാഹു തആല കൊണ്ടുവന്ന് കൊടുത്തത്. എത്ര വലിയ അത്ഭുതമാണ്. നമുക്ക് തവക്കുലേ ഇല്ല, നമ്മൾക്ക് തവക്കുലേ ഇല്ല, ലവലേശം തവക്കുല നമ്മുടെ ജീവിതത്തിലേ ഇല്ല. ഒന്ന് സമർപ്പിക്കാൻ റബ്ബിന് വേണ്ടിയിട്ട് പൈസയാ പ്രധാനം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ യഹ്സബു അന്ന മാലുഹു അഖ്ലദാ. സമ്പത്താണ് എന്നെ ഭൂമിയിൽ എറ്റേണലാക്കിയത് എന്നാ നിങ്ങൾ വിചാരിക്കുന്നത്. യഹ്സബു അന്ന മാലുഹു അഖ്ലദാ, എന്നെ ഖാലിദാക്കിയത്, ഇവിടെ നിലനിർത്തുന്നത് പൈസയാന്നല്ലേ നിങ്ങൾ വിചാരം? ധനാഢ്യനായ ഒരാൾക്ക് പെട്ടെന്നൊരു ഹാർട്ട് ബ്ലോക്ക് വന്നു, കൊണ്ടുപോയി കാണിച്ചു, ഒന്ന് ഇക്രയിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് മറ്റൊരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ലക്ഷങ്ങൾ മുടക്കിയിട്ട് സർജറി കഴിഞ്ഞു, ബ്ലോക്ക് നീക്കി തിരിച്ചു വന്നു. അപ്പൊ അയാൾ ആചാരം ഇങ്ങനെ കുത്തിരുന്ന് പറയാൻ, പടച്ചോനത് എനിക്കായതുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ പൈസ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പൈസ ഇല്ലാത്ത ഒരു പാവപ്പെട്ട എന്റെ അയൽവാസിറ്റ് ആയിരുന്നെങ്കിൽ പാള് കാലിയായി പോയിരുന്നു അല്ലേ. യഹ്സബു അന്ന മാലുഹു അഖ്ലദാ, പൈസയാണെന്നെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന്. ആണോ? അള്ളാഹ്ക്കൊരു വിലയില്ലേ? വൈലുൽ ലികുല്ലി ഹുമസാ അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ. പൈസ ശേഖരിക്കുകയും അതങ്ങനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണി നോക്കുക. ATM കൊണ്ടുപോയി കാർഡ് ഇട്ടിട്ട് എത്ര ഉണ്ട് നോക്കുക, നാളെ നോക്കുക. ജമഅ മാലൻ വഅദ്ദദാ, ഹലാലോ ഹറാമോ ഇല്ലാതെ വാലി വരിച്ച് കൂട്ടുകയും ചെയ്യുക. എന്നിട്ട് അത് പിന്നെ ഇങ്ങനെ എണ്ണി നോക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് ഉമ്മമാർ, ഒന്ന് രണ്ട് തലമുറകൾക്കപ്പുറത്തുള്ള ഉമ്മമാർ തന്റെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോ ആ തട്ടം കൊണ്ട് തന്നെ നോസ് വരെ മറച്ചു പിടിച്ചിട്ട് പറയാറുണ്ടായിരുന്നു ഭാര്യമാർ, നിങ്ങൾ ഗൾഫിൽ പോകുന്നത് പ്രശ്നമല്ല, ജോലിക്ക് പോയിക്കോ, എന്നാൽ ഇയ്യാക്കും വൽ കസ്ബൽ ഹറാം, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. ഗൾഫിലെത്തിയിട്ട് ഫിലിപ്പൈൻകാരിയുമായിട്ട് നിങ്ങൾ അഫയർ ആവല്ല, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. ശ്രീലങ്കക്കാരിയോട് കൊഞ്ചിക്കൊടയാൻ നിൽക്കല്ല, ഞാൻ കാണുന്നില്ല എന്ന് വിചാരിച്ച്. വൽ കസ്ബൽ ഹറാം, ഹറാമായ സമ്പാദ്യം വേണ്ടയിക്ക എന്ന് പറയുന്ന ഒരു തലമുറ ഉണ്ടായിരുന്ന സഹോദരിമാരിൽ ഇന്നതില്ല. ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. നിങ്ങൾ 70,000 സാലറിയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നത് എങ്കിൽ, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടിയെ ചേർത്തത്, അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ മന്തി തന്നെ കടിച്ചു പോകുന്നത്, അതുകൊണ്ടാണ് 50,000 റോസ് റോസ് വാഹനം വാങ്ങിയത്. എന്നാൽ ഇന്നാ നസ്ബിറു അലൽ ജൂ, ഹറാമല്ലാത്ത രീതിയിൽ ഇത്ര വലിയ സാലറി നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഇക്ക എന്തേ ഞങ്ങൾ സഹിക്കേണ്ടത്? മന്തി ഒഴിവാക്കി നാടൻ ഭക്ഷണം കഴിക്കേണ്ടി വരും. ഒരു ഹോട്ടലിൽ കയറി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ പറയാ, വീട്ടുഭക്ഷണം, അങ്ങനല്ലേ, എന്തൊരു ഒരു ക്യാപ്ഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞു കേറിയ ആള്, അതിനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിറങ്ങിപ്പോയി. എന്താണ് പറയട്ടെ, നാടൻ ഭക്ഷണം, അതിനാണിപ്പോ ഞാൻ അങ്ങോട്ട് വരേണ്ടിയിരുന്നോ എന്ന് ചോദിച്ച ആൾ ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവർ ഓർക്കണേ, മനസ്സിലാക്കണേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ഇങ്ങനെ ഒരു വസിയത്തായിരുന്നു അവർ ചെയ്തത്. ഇന്നാ നസ്ബിറു അലന്നാർ, ഹറാം കടിച്ചാൽ പിന്നെ നരകമാണല്ലോ ഏറ്റവും യോഗ്യത, നരകമാണല്ലോ ഏറ്റവും നല്ലത്. പിന്നെ
അള്ളാഹുവിന് കോപമുള്ള ഭക്ഷണം കഴിച്ച് നറിഷ്മെന്റ് കിട്ടിയ ബോഡി ഫന്നാറു ഔലാബി, പിന്നെ നരകമാണ് അത് പോകാൻ ഏറ്റവും നല്ല മസ്വ, ഏറ്റവും നല്ല സ്ഥലം. അതുകൊണ്ട് നിങ്ങൾ ഹറാമായ സമ്പാദ്യം നിങ്ങൾ കഴിക്കല്ല, സംവിധാനിക്കല്ല, നിങ്ങൾ ഒരുമിച്ച് കൂട്ടല്ല, അത് അയച്ചു തന്ന് ഞങ്ങളെ കൊണ്ടും കഴിപ്പിക്കില്ല. അതുകൊണ്ട് നാളത്തെ നരകം ലഭ്യമാകും, നാളത്തെ നരകത്തിലേക്കാണ് എത്തിച്ചേരുക. വലാ നസ്ബിറു അലന്നാ, നരകത്തിന്റെ ചൂട് താങ്ങാൻ ഞങ്ങൾക്കാവില്ല എന്ന് ഭർത്താക്കന്മാരോട് പോകുന്ന സമയത്ത് വസിയത്ത് ചെയ്തിരുന്ന ഉമ്മമാർ ഇഷ്ടം പോലെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഓർക്കണേ, ഹലാലാവട്ടെ നമ്മുടെ ജീവിതത്തിൽ, തവക്കുലാവട്ടെ. പടച്ചോൻ തരുമെന്ന് വിചാരിക്കേ. ചില അപ്രിയമായ സത്യങ്ങൾ ചിലപ്പോ എന്നോട് തന്നെ പബ്ലിക് സ്റ്റേജിലാണെങ്കിലും പറയേണ്ടി വരാണ്. ഇന്ന് തവക്കുൽ ഏറ്റവും കുറഞ്ഞത് ഉസ്താദുമാർക്കാണോ എന്ന് തോന്നിപ്പോവാ. എന്നോടൊന്നും വിചാരിക്കരുത്, ഒന്നും വിചാരിക്കും. ചിലപ്പോ ചിലതൊക്കെ അങ്ങനെ പറയേണ്ടി വരികയാണ് അല്ലേ. ഗൾഫൊക്കെ അങ്ങോട്ട് കേറും, അള്ളാന്റെ തൗഫീഖിനാൽ എടുത്ത കാലത്തൊന്ന് പോകാൻ പറ്റി. അവരുടെ കഷ്ടപ്പാട് അപ്പോഴറിയാം. അവിടെ പോയിട്ട് എങ്ങനെയാണ് വീടിന്റെ തറ കെട്ടിക്കണ്, എനിക്കൊന്ന് ഒന്ന് വാർക്കണം, അല്ലെങ്കിൽ വാർത്ത കേട്ടിട്ടുണ്ട്, ഒന്ന് കേറിക്കൂടാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിരിവ് വാങ്ങിപ്പോരും. എങ്ങനെയാ തവക്കുൽ പഠിപ്പിക്കേണ്ട നമ്മൾ എങ്ങനെയാണ് പിന്നെ തവക്കുലില്ലാതായി പോകുന്നത്? അല്ലാഹു തരും കേട്ടോ. ഇന്നി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ നീയാണെല്ലാം തരുന്നത്, നീയാണെല്ലാം സംവിധാനിക്കുന്നത്, നീയാണെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയത്. വൈലുൽ ലികുല്ലി ഹുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലുഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. അതുകൊണ്ട് തവക്കുലുള്ളവരായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. തവക്കുൽ വേണം. അതുപോലെ തന്നെ ഉമ്മ ഉപ്പമാർ തവക്കുല് പഠിപ്പിക്കണം മക്കളെ. വഹൽ യുർജാ ലിഅത്ഫാലിൻ സലാഹു ഇദർതലൗ സുദിയൻ ഖിസാതി. ഹറാമായ ഭക്ഷണം കഴിച്ച ഉമ്മമാരിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനുകൾ ആവാഹിച്ച മക്കൾ നാളെ എങ്ങനെയാ ഖാലിദ് ബിൻ വലീദാവുക? ഹറാമ് കടിച്ച ഉമ്മ ഉപ്പയിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയ പ്രോട്ടീൻ ലഭ്യമായ മക്കൾ നാളെ എങ്ങനെയാണ് സലാഹുദ്ദീൻ അയ്യൂബിയായി മാറുക? വഹൽ യുർജാ ലിഅത്ഫാലിൻ സലാഹു ഇദർതലൗ സുദിയൻ ഖിസാതി. മക്കള് മോശമായി എന്ന് പറയുമ്പോ ജീവിത വിജയത്തിന് ഉമ്മ നീയാണ് ആദ്യം, ഉപ്പ നമ്മളാണ് ആദ്യം അവർക്ക് വഴികാട്ടിയാവേണ്ടത്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ജീവിത വിജയത്തിന് ലേശം മനസ്സമാധാനത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നാലാമത്തത് മനസ്സമാധാനം ഉണ്ടാക്കുക. ഓരോന്ന് ജമാമാലം വാദ്ദത എന്ന് പറഞ്ഞ പരിധിയിൽ നിന്നാൽ സമാധാനം ഉണ്ടാവുകയില്ല. ഇദാ ആസറ അബ്ദുൻ ദുനിയാഹു അലാ ആഖിറതിഹി, ഒരാള് ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അവന് ഉമൂം ടെൻഷനുകളെ പ്രദാനം ചെയ്യുമെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളോൽക്കാ ടെൻഷൻ, ഇല്ലാത്തവർക്ക് എന്ത് ടെൻഷനാ? ഒരു കടയുടെ ഷട്ടർ തായാൻ കാത്തു നിൽക്കുന്നവർ, പൂനൂരിൽ ഷട്ടർ തായാൻ കാത്തു നിൽക്കുന്നവർ, കാലിക്കറ്റ് ടൗണുകളിൽ അവിടെ ചാക്ക് വിരിച്ച് കിടന്നുറങ്ങുന്നവർ, ഒരു സ്ട്രീറ്റ് ഡോഗ് പോലും അവർ ഉപദ്രവിക്കുന്നേയില്ല. എന്തൊരു സുഖമായ ഉറക്കം! ദുനിയാവ് അവർക്കൊരു വിഷയമേ അല്ല. അവർ ആഖിറത്തിന്റെ ആളാണ് എന്നല്ല പറഞ്ഞത്, ദുനിയാവ് അവർക്കൊരു വിഷയമില്ല. അവരെങ്ങനെ ജീവിച്ചു പോവാണ്. അപ്പൊ അവർക്ക് ടെൻഷനേ ഇല്ല. അള്ളാഹു ടെൻഷൻ കൊടുക്കും ദുനിയാവിന് പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. രണ്ട് ലോകത്തും വിജയിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുക. ഒന്ന് രണ്ട് സ്വഭാവ ഗുണങ്ങളാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇന്നൽ ഇൻസാന ഖുലിക ഹലുവ ഇദാ മസ്സഹു ശർറു ജസുഅ
വഇദാ മസ്സൽ ഖൈറു മനൂആ ഇല്ലൽ മുസല്ലീൻ. നിസ്കരിക്കാത്തവരൊക്കെ വെപ്രാളത്തിലാണ്. നിസ്കാരം സമാധാനത്തിന് സുനിശ്ചിതമായ ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയയാണ്, മാപ്പിനെയാണ്. നിസ്കാരത്തിൽ സമാധാനം ഉണ്ടാവണം. എന്തുകൊണ്ടാ നിസ്കാരം നമുക്ക് സമാധാനത്തിന് വഴി തരാത്തത്, ജീവിത വിജയത്തിന് വഴി തരാത്തത്? അതാദ്യം തന്നെ ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന്, അവൻ ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുത്ത് വല്ല സലലും വന്നു പോയോ എന്ന് പരിശോധിക്കുക. ആർക്കാണ് നമ്മൾ നിസ്കരിക്കുന്നത്? അത് നരകം സംവിധാനിച്ച അള്ളാഹുവിനാണോ സ്നേഹനിധിയായ അള്ളാഹുവിനാണോ എന്ന് തീരുമാനിക്കുക. ഒരു കാമുകന്റെ മുമ്പിൽ പെൺകുട്ടി പോയി നിൽക്കുമ്പോ എന്തൊരു ചിരിയും എന്തൊരു ഭവ്യതയും എന്തൊരു സമാധാനമായിരിക്കും. എന്നാൽ ഒരു സിംഹത്തിന് മുമ്പ് പോയിക്കുമ്പോ അതുപോലെയാണ് അള്ളാഹുവിനെ നരകത്തിന്റെ ആളായി കണ്ടാ നിസ്കരിച്ചത് എങ്കിൽ അതിന് വലിയ ഖലാസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന് ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളുടെ പോക്കങ്ങനെ. റജാവും ഖൗഫും സമമായിട്ട് വേണമെന്നാണ്. എന്നാൽ പല പണ്ഡിതന്മാരും തന്റെ കിതാബുകളിൽ റജാന്റെ ബാബിനാണ്, ആശയങ്ങൾക്കാണ് അല്പമെങ്കിലും മുൻതൂക്കം കൊടുത്തത്. എന്തുകൊണ്ട്? സ്നേഹത്തിന്റെ പുറത്തുണ്ടാകുന്ന പ്രകടനങ്ങൾ, ഇൽഹാറുകൾ, അത് വല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യളിമുന്നാസ ശൈആ വലാകിന്നന്നാസ അൻഫുസഹും യളിമൂൻ. അല്ലാഹു ഒരു മുഅ്മിനെയും ഒരു മനുഷ്യനെയും ആക്രമിക്കുന്നില്ല, എന്നാൽ അവനായിട്ടാണ് അവന്റെ ശരീരത്തെ അക്രമത്തിന് കാരണമുണ്ടാക്കുന്നത്. അല്ലാഹു ഒരാളെ ആക്രമിക്കുന്നേയില്ല. അല്ലാഹു രോഗം തരുമ്പോ അക്രമല്ല, നിന്നെ സ്വർഗ്ഗത്തിലെത്തിക്കാനുള്ള വഴി തുറന്നുതരാ. അല്ലാഹു ബിസിനസ് തകർക്കുമ്പോ അല്ലെങ്കിൽ ഇത്തിരി ഡള്ളാകുമ്പോ അല്ലാഹു നിന്നെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ നിന്ന് വളർന്നു വന്നാൽ നിനക്ക് നാളെ സ്വർഗ്ഗമാണ്. അല്ലാഹു ഒരാളെയും അക്രമപരമായി നേരിടുന്നേ ഇല്ല. اللهم أنت السلام ومنك السلام. സമാധാനത്തിന്റെ മതമാണ്, ജീവിത വിജയത്തിന്റെ മതമാണല്ലോ ഇസ്ലാം. നിസ്കാരം കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. സമാധാനം റബ്ബേ നീയാണ്, നിന്നിൽ നിന്നാ സമാധാനം ഉണ്ടാവേണ്ടത്. എന്നാൽ ഏറ്റവും സമാധാനമില്ലാത്ത വിജയം, സമാധാനമില്ലാത്ത ജീവിതം അത് മുസ്ലിങ്ങൾക്ക് മാത്രം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, വിജയിച്ച ജീവിതം ലോകത്തിന് സമർപ്പിച്ച മതമാണ്. എന്നാൽ ആ ഇസ്ലാമിലെ മെമ്പേഴ്സിന് നമ്മൾക്കൊന്നും സമാധാനമില്ല. എവിടെയാ പേച്ച്? നിസ്കാരത്തിന്റെ ശേഷം പറയുന്നത് സമാധാനം നീയാണ്, നിന്നിൽ നിന്ന് സമാധാനമുള്ളത്. നോമ്പാണെങ്കിലോ ഇൻ ഖാസമഹു അഹദുൻ ഫലം യഖുൽ ഇന്നി സായിമുൻ. തർക്കമുണ്ടാകുമ്പോൾ പറയേണ്ടത് ഞാൻ സമാധാനത്തിന്റെ ആളാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു ഒഴിവാവാനാണ് ലോകത്തിന്റെ രാജകുമാരൻ പഠിപ്പിച്ചത്. അവിടെയും സമാധാനം നോമ്പിലൂടെ. ഇസ്ലാം സമാധാനത്തിന്റെ വിജയിച്ച ജീവിതം പങ്കുവെച്ച മതമാണ്. ولا رفث ولا فسوق ولا جدال في الحج. ഹജ്ജിലെത്തിയാലും തർക്കം പാടില്ല, കച്ചറ പാടില്ല, നിങ്ങൾ തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. സമാധാനം. ഇസ്ലാമിലെ മൂന്നെണ്ണത്തിലും സമാധാനം. നാലാമത്തതോ സക്കാത്ത്. അത് കൊടുക്കുന്നവൻ തന്റെ സമ്പത്തിൽ വന്നു ചേർന്ന പ്രയാസങ്ങളെ, കച്ചറകളെ, മോശമായ ഹബീസായ വസ്തുക്കളെ ഒഴിവാക്കുമ്പോൾ അവന് സമാധാനം, കിട്ടുമ്പോൾ അവനും സമാധാനം. ഇങ്ങനെയൊക്കെ മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്ന ഈ മദാനുയായികൾക്ക് സമാധാനമില്ല. എന്തുകൊണ്ട്? മൻ ആസറ അബ്ദു ദുനിയാ അലാ ആഖിറതി. ആഖിറത്തിനേക്കാളും നമ്മൾ മുൻതൂക്കം കൊടുത്തത് അവർക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി. ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. എല്ലാം കഴിഞ്ഞാൽ തിരിച്ചു പോവേണ്ട സ്വർഗത്തിനും അല്ലാഹു പേര് വെച്ചതും ദാറുസ്സലാം, സമാധാനത്തിന്റെ ഗേഹമെന്നാണ്. ഇവിടെയും അവിടെയും സമാധാനം. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ വലിയ പ്രശ്നങ്ങളാണ്, വലിയ പ്രശ്നം. ഒരു സൂഫിയായ മനുഷ്യൻ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പറഞ്ഞത്, നീ ചൂടാകുമ്പോൾ സകൻതു അന, ഞാൻ ഉണ്ടാതിരുന്നോളാം. വൈദാ ഗളിബ്തു, ഞാൻ ചൂടാകുമ്പോ സകൻതി അൻതി, ഇതൊന്നും ഉണ്ടായിരുന്നാളാ. സമാധാനം. എല്ലായിടത്തും സമാധാനം മാത്രമാണ്.
ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ കോസ്, ഏറ്റവും വലിയ കാരണം സമാധാനം നിലനിർത്തുക എന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സമാധാനത്തിന്റെ ഏറ്റവും വലിയ ട്രിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഇദാ ഗളിബതു, ഭർത്താവായ ഞാൻ ചൂടാവുകയാണെങ്കിൽ സകൻതി അൻതി, ുണ്ടാതിരുന്നേക്ക്. വൈദാ ഗളിബതി, നീ ചൂടാവുകയാണെങ്കിൽ സകൻതു അന, ഞാൻ മിണ്ടാതിരിക്കാം. ഒരു കൈ അടിച്ചാൽ ശബ്ദമുണ്ടാവില്ല, രണ്ട് കൈയും ചേരുമ്പോഴാ ശബ്ദമുണ്ടാകുന്നത്, കശപിശയുണ്ടാകുന്നത്. എത്ര നല്ല മനോഹരമായ ആശയം പങ്കുവെച്ചു പരിശുദ്ധ ഇസ്ലാം. ഒന്ന് സഹകരിച്ചൂടെ? സത്യം ഭാര്യയുടെ ഭാഗത്താണെങ്കിൽ പോലും പൊന്നു പെങ്ങളെ അപ്പോൾ തിരുത്താൻ പോവല്ല, സ്പീഡിൽ ചൂട് വികാരം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നീ അതിനെ ബ്രേക്ക് ചെയ്യാൻ പോയാൽ പൊട്ടിപ്പോകും, ക്ലാഷായി പോകും. അതുകൊണ്ട് അവിടെ നീ ഇടപെടല്ല. അതൊക്കെ തടഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിങ്ങനെയിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നതല്ല, ഇങ്ങനെയൊക്കെ സാഹചര്യം വന്നപ്പായി പോയതാണ്, പിന്നെ പറഞ്ഞു കൊടുക്ക്, അപ്പിടപെടല്ല. وَإِذَا غَلِبْتُ سَكَنْتِ أَنْتِ وَإِذَا غَلِبْتِ سَكَنْتُ أَنَا. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സ്നേഹിതർ 1000 എണ്ണം ഉണ്ടായാലും മതിയാവില്ല, എന്നാൽ മനസ്സമാധാനത്തിന് ഒരു ശത്രു മതി. അദാവ, ഒരു ശത്രുത മതി, ഒരാളെ ശത്രുത മതി എന്ന് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ഒരൊറ്റ ശത്രു മതി മനുഷ്യന്റെ സമാധാനം മുഴുവൻ കെടുത്താൻ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നല്ല ആളുകളോടൊന്ന് ചാവാൻ ശ്രമം നടത്തുകയും ചെയ്യുക. നമ്മുടെ ജീവിത വിജയത്തിന്റെ 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മാറാൻ നമ്മൾ ശ്രമിക്കേണ്ട പോയിന്റ്, മസലുൽ ജലീസി സാലിഹ്. നല്ല ആളുകളോടൊന്ന് ചിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുക, നല്ല ആളുകളോടൊന്ന് ചാവാൻ ശ്രമിക്കുക. തങ്ങൾ വന്നപ്പോ അവർക്ക് കൈ കൊടുക്കാൻ ശ്രമിച്ചവർ, അവരാദരവോടെ കാണാൻ ശ്രമിച്ചവർ, നല്ല ആളുകളുടെ മുമ്പിൽ നമ്മൾ ചെന്നു അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോ കയ്യിലൂടെ കണക്ഷൻ, അവരുടെ ഈമാൻ, അവരുടെ സ്വഭാവങ്ങൾ ഇവിടത്തേക്ക് പകർന്നു വരുമെന്നാണ്, അതങ്ങോട്ട് വൈമാറുമെന്നാണ്. കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോ ഈമാന്റെ പ്രഭ മറ്റവന്റെ കണ്ണുകളിലേക്ക് റിഫ്ലക്ട് ചെയ്യുമെന്നാണ്. നല്ല ആളുകളോടൊന്ന് ചാവുക എന്നത് നമ്മളും നല്ല ആളാവാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അതുകൊണ്ടാണ് അഷ്ടദിക്കുകളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങളെ താണ്ടി ഞാൻ ചൊവ്വാഴ്ചകളിൽ പാണക്കാട്ട തറവാടുകളുടെ മുറ്റത്ത്, പാണക്കാട്ട സാദാത്യങ്ങളുടെ തിരുമുറ്റങ്ങളിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞുകൂടുന്നത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ആ ദീനിന്റെ പ്രഭയൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ആ നന്മയുടെ ആ മുറ്റത്ത് ചെന്നിരിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കാത്തവർ ആരാണുള്ളത്? മഹാനവറുകൾ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗ സമയത്ത് ഇന്നലെ വരെ എതിർത്ത് സംസാരിച്ചവർ പോലും, കേരള ജനതയെ ഉറക്കിക്കിടത്തിയെന്ന് പറഞ്ഞവർ പോലും ഒരു നാൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. സമാധാന ദൂതനെന്ന് ആക്ഷേപിച്ചവർ പോലും അന്ന് മഹാനവറുകളുടെ മനോഹരമായ ഇജാബത്തുള്ള നാക്കിനെ പ്രശംസിച്ച് ലേഖനം എഴുതേണ്ടി വന്നെങ്കിൽ അത് വലിയ വടാവൃക്ഷം തന്നെയാണ്. അള്ളാഹു അവരുടെ തണലിൽ നിൽക്കാൻ, ഒരുപാട് കാലം നിൽക്കാൻ, മരണം വരെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അബൂ യസീദ് അൽ ബിസ്താമി റഹിമഹുല്ലാഹ് എന്നവർ മരിച്ചപ്പോഴാണ് അവരുടെ മുരീദായ ആള് പറയുന്നത്, ഇനി എനിക്ക് മരിച്ചാൽ ഒരു പ്രശ്നവുമില്ല, ഇനി എനിക്ക് മരിച്ചാൽ എന്താ പ്രശ്നം? എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഒരാൾ മരിച്ചാൽ വലിയ പ്രതിസന്ധിയല്ലേ നാളത്തെ ലോകത്തുള്ളത്? പിന്നെ മരിക്കുന്നത് കൊതിക്കുകയോ എനിക്ക് മരിച്ചാൽ വിഷയമില്ല എന്ന് പറയുന്നത്? എന്താ നിങ്ങൾക്ക് ഇത്ര ധൈര്യം കിട്ടിയത്? ആ സമയത്ത് അബൂ യസീദ് അൽ ബിസ്താമി എന്നവരുടെ ശിഷ്യനായിരുന്ന, കൂട്ടുകാരനായിരുന്ന ആ ആള് പറഞ്ഞത്, എന്റെ ധൈര്യം, അഖൂലു ലഹുമാ അന കുൻതു സാഹിബ അബീ യസീദ് അൽ ബിസ്താമി. എന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന മുങ്കർ നക്കീറിനോട് ഞാൻ പറയും, ഞാൻ ആരാണെന്നറിയോ മുങ്കറെ? ഞാൻ ആരാണെന്നറിയോ നക്കീർ എന്നവരെ?
ഞാൻ അബാ യസീദ് അൽ ബിസ്താമിയുടെ സാഹിബാണെന്ന് ഞാൻ മുങ്കറിനോട്, ഞാൻ നഖീറിനോട് പറയുമെന്ന് അബാ യസീദ് അൽ ബിസ്താമിയുടെ മരണശേഷം അവിടുത്തെ സതീർത്ഥരിൽപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ കൂട്ടുകാരൻ അഥവാ പിടിച്ച കൈ ഉഷാറായാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പാണക്കാട്ട് തങ്ങൾ അറിയും, ഞാൻ വാവാട് ഉസ്താദിനെ അറിയും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജഫ്രി തങ്ങൾ അറിയുമെന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് അവരെ അറിയോ? അവിടെയാണ് ചെന്ന് പരിചയപ്പെടുകയും നല്ല വ്യക്തമായ രീതിയിൽ അവരെ സ്നേഹിക്കുകയും ചെയ്യാൻ ശ്രമം നടത്തണം. നമ്മളൊക്കെ നമുക്ക് വളരെ അറിയുന്നുണ്ട്, പത്രപാത്രം അല്ലാതെ അറിയുന്നവരാവാൻ. പക്ഷെ അവർക്ക് നമ്മളറിയോ? രഹസ്യമായ അറിവുകൾ അവരെ സ്നേഹിച്ചാൽ അല്ല കൊടുക്കും, അത് വേറെയാണ്. എന്നാലും അവർ ഇന്നെ ഈ ഭാഗത്തുള്ള ആളല്ലേ, ചളിക്കോടുള്ള ഇന്നാലിന്ന ഉസ്താദല്ലേ, മുഹമ്മദ് അല്ലേ എന്ന് അവർക്ക് ഇങ്ങോട്ട് പറയാൻ കഴിയോ? ആ രീതിയിലുള്ള ബന്ധങ്ങൾ നല്ല ആളുകളോട് നമുക്ക് ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലതും റോട്ടിൽ തള്ളടോ. അല്ലാഹയില്ലെങ്കിലൊന്നുമേ ഇല്ല, എല്ലാം എല്ലാം അല്ലാഹയാണടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതി റബ്ബിനെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനോഹരമായ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ളത് കുല്ലു മഖ്മൂമിൽ ഖൽബ് സ്വദൂഖുൽ ലിസാൻ. മനസ്സങ്ങോട്ട് ക്ലിയർ ആക്കുക. രാത്രിയിൽ കടന്നുറങ്ങുമ്പോ പടച്ചോനെ, ഇന്ന് രാവിലെ പലതും പകലും പലതും നടന്നിട്ടുണ്ട്, ഇനി ഞാൻ അതൊന്നും എന്റെ മനസ്സിലിപ്പല്ല. എല്ലാരോടും നല്ല ഇഷ്ടം, എല്ലാവരോടും ഞാൻ ഒരുപോലെയാണ്. അങ്ങനെ മനസ്സിനെ ക്ലിയർ ആക്കുക. ആരാണ് നബി തങ്ങൾ പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബ് സ്വദൂഖുൽ ലിസാൻ. നാവ് സത്യമായവൻ, നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്നവനും ഹൃദയ വെടിപ്പുള്ളവനുമാണ് നാളെ സ്വർഗത്തിൽ കടക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയെ ആരാണ് ഹൃദയത്തിൽ വെടിപ്പുള്ളവൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്? ലാ ഗില്ല വലാ ഹസദ, ലാ ഗില്ല വലാ ഹസദ. കൽബിനകത്ത് പകയില്ലാത്ത അസൂയയില്ലാത്ത ആളാണ് നാളെ സ്വർഗത്തിൽ പോവാനുള്ള ക്വാളിറ്റി നേടിയ ആള് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പള്ളികളിൽ ജുമുഅയുടെ ഖുതുബ അവസാനത്തിൽ പറയുന്നത്, ഇബാദല്ലാഹ് റബ്ബനാ ഉഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഗില്ലൻ ലില്ലദീന, അല്ലാഹുവേ ഒരു പകയും എന്റെ കൽബിൽ തരല്ലേ എന്ന്, ഒരു പകയും എന്റെ കൽബിൽ തരല്ലേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടാണ് ഓരോ വെള്ളിയാഴ്ചയും നമ്മളൊക്കെ പിരിഞ്ഞു പോരുന്നത്. ഓരോ വെള്ളിയാഴ്ചയും ജീവിത വിജയത്തിന് കൽബ് ശുദ്ധമായി കിടക്കുക എന്നത് അഭികാമ്യമാണ്, ഏറെ ആവശ്യമുള്ള വിഷയമാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അവസാനമായ ജീവിത വിജയത്തിന് ആവശ്യമായ ഒരു കാര്യം കൂടെ പറയട്ടെ. ക്ഷമ എന്നത്, ക്ഷമ വളരെ അനിവാര്യമാണ്. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇ വഅൻത വമാലികുദ് ദുനിയാ സവാഉ.
അല്ലാഹുവേ നീ തന്നത് തന്നെ ധാരാളമാണ്, ആ ഐശ്വര്യം തന്നെ മതി റബ്ബേ എന്ന് ക്ഷമിക്കുകയും എന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്താൽ ജീവിതം ഏറ്റവും വലിയ സുഹൃത്തമുള്ളതാക്കാൻ സാധിക്കും. നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഖനാഅത്ത്, ബാക്കിയുള്ള വിഷയങ്ങൾ ക്ഷമിച്ച് ഒഴിവാക്കി കളയുകയും ചെയ്യുക. അല്ലാഹു വിജയിച്ച മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മളെ ചേർത്തി തരട്ടെ. എത്ര മനോഹരമായ കോൺഫിഡൻസ് തരുന്നതാണ് എല്ലാ സുബഹിയിലെയും ഖുനൂത്ത് എന്ന് പറയുന്നത്. വഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക, വഇന്നക തഖ്ലി, നീയാണ് വിധിക്കുന്നവൻ, നിന്നോട് തിരിച്ച് ഞങ്ങളാരും അങ്ങോട്ട് ഒരു കാര്യം വിധിക്കുന്നില്ല, അങ്ങോട്ടൊന്നും ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല, നീ എല്ലാം തീരുമാനിക്കുന്നത്. വഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത. നീ ഒരാളെ നിന്ദനാക്കാൻ വിചാരിച്ചാൽ ലോകത്തുള്ള ഒരാൾ വിചാരിച്ചാലും സാധ്യമല്ല അവനെ രക്ഷപ്പെടുത്താൻ. നീ വിചാരിച്ചാൽ അത് മാറ്റം വരുത്താൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. വഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത. നീ ഒരു പള്ളിയുടെ മദ്രസയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആവാൻ നീ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര മെമ്പേഴ്സ് കൂടിയിട്ട് അവനെ പരാജയപ്പെടുത്താനും സാധ്യമല്ല. അതല്ലാഹുവാൻ. വലാ യദില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത. അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവനാണ് ജീവിത വിജയത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതവനാണ്. അവനാ നമ്മളുടെ മുമ്പിലുള്ളത്, അവനിലേക്കാണെല്ലാം സമർപ്പിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു മുത്തഖീങ്ങളിൽ നമ്മളൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർ, സദസ്സിനെ സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകവും ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബേ, നാളെ ഞങ്ങൾ നടന്നു പോവാനുള്ള ലോകം അത് ഖബർ എന്ന ലോകത്താണ്. അത് കഴിഞ്ഞാൽ മഹ്ശറയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സിറാത്താണ് റബ്ബേ. സിറാത്ത് എന്ന പാലം 3000 കൊല്ലത്തെ ഡ്യൂറേഷൻ ഉണ്ട് റബ്ബേ. പടച്ച റബ്ബേ, ഭൗതിക ലോകത്തെ, ഇഹലോകത്തെ, കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു ദേശത്തെ ഒരു ടോൾ പിരിവ് പോലും, ഒരു ബ്രിഡ്ജിന്റെ പിരിവ് പോലും, ഒരു പാലത്തിന്റെ പിരിവ് പോലും 2 മിനിറ്റ് ദൈർഘ്യമുള്ളിടത്ത് 35 രൂപ വരെ വോൾവോ വാഹനങ്ങൾക്ക്, 7 രൂപ വരെ 4 വീൽ വാഹനങ്ങൾക്ക് നിങ്ങൾ ടോളായിട്ട് സംഭാവനകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ടോൾ പിരിവുകാർക്ക് നൽകുന്നുണ്ടെങ്കിൽ, നാളെ റബ്ബേ നിന്റെ സിറാത്ത് എന്ന് പറയുന്ന കത്തിക്കപ്പെട്ട കത്തിയാളുന്ന നരകത്തിന്റെ മുകളിൽ സ്ഥാപിച്ച ആ പാലത്തിന്റെ മുകളിലൂടെ ഒരു മുടി ഏട് ചീന്താക്കിയ അത്രയും നൈർമല്യമുള്ള, അത്രയും ചെറിയ, അത്രയും സൃഷ്ടിഗോചരമല്ലാത്ത, ഒരുപാട് കൊളുത്തുകളുള്ള, താഴെ പതിക്കാൻ ചാൻസ് ഒത്തിരിയുള്ള ആ ഒരു പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോവേണ്ടവരാണ്. 3000 കൊല്ലം നടന്നു പോവേണ്ടതുണ്ട്. പടച്ച റബ്ബേ, ആ 3000 കൊല്ലത്തെ യാത്രക്കിടക്ക് താഴെ പതിച്ചു പോയാൽ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, സാധ്യമല്ല റബ്ബേ. ആ ചൂടേൽക്കാൻ ഞങ്ങളുടെ തൊലിക്ക് കട്ടിയില്ല റബ്ബേ. അവിടെ രക്ഷപ്പെടാൻ തോളായിട്ട് ഈ മദ്രസയുടെ മതപ്രഭാഷണ വേദിയിൽ വെച്ച് പടച്ച റബ്ബേ, നാളെ സ്വർഗത്തിലെത്തുമ്പോ ഇവിടെ വെച്ച് ഞാൻ ചെയ്ത ആ നന്മയുടെ സുഹൃത്തത്തിന്റെ കഥ എന്റെ കൂട്ടുകാരോടൊന്നിച്ച് പറയാൻ സാധ്യമാകുമെന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു സാധ്യതയ്ക്ക് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഞാനൊരു 1001 രൂപ കൊടുക്കാമെന്ന് ഈ സദസ്സിൽ വെച്ച് ഏറ്റെടുത്താൽ അള്ളാഹു നമ്മൾക്ക് ആ സുഹൃത്തം തരട്ടെ. അള്ളാഹു ആ സിറാത്ത് മിന്നൽ പിണർ പോലെ കടന്നു പോവാൻ ഭാഗ്യം തരട്ടെ. റബ്ബേ, ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, തീർക്കണേ അല്ലാ. എല്ലാത്തിനും സബബായി പടച്ച റബ്ബേ, നിന്റെ മുന്നിൽ ഗിഫ്റ്റായി, കാണിക്കയായി ഞങ്ങളിതാ പാപികളാണ്. വലിയ ഐശ്വര്യമുള്ളവരോ വലിയ ധനാഢ്യരോ അല്ല. 1001 രൂപ ഞങ്ങളിതാ ഈ സദസ്സിൽ വെച്ച് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ഹക്കിലേക്ക്, അമാനത്തിലേക്ക് നിങ്ങൾ വാങ്ങിവെക്കുന്നു. ഞങ്ങളത് വീട്ടാൻ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും സാമ്പത്തിക ഭദ്രതയിൽ തരരുത് റഹ്മാനെ. കൊടുത്തു വീട്ടാൻ തൗഫീഖ് തരണേ അല്ലാ. 1001 അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒന്ന് എഴുതി വെക്കേ.
സംഘാടകരില്ലേ? 1001. പിന്നിലേക്ക് പോട്ടെ എല്ലാവരും. 1001. ഇനി നാളല്ലേ സാധ്യതയില്ല. ഇനി അടുത്ത വർഷം അല്ലാഹു തആല സംഘാടകർക്കൊക്കെ എല്ലാവിധ ഖൈറും കൊടുക്കട്ടെ. 1001. സഹോദരിമാരുടെ ഭാഗത്തുണ്ടാ?